അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് നാളത്തെ വ്ളോഗ് നാളത്തെ നോമ്പുകളുടെ പ്ലാനിങ് ആണ്. അപ്പൊ നമ്മളപ്പോ ഉള്ളത് 11 മണിക്ക് പറഞ്ഞാല് പുത്തനാണിന്ന് ഇങ്ങോട്ട് വന്നു. നമ്മളെ പരിപാടിക്ക് വേണ്ടിട്ട് പുത്തനാണിന്ന് ഇങ്ങോട്ട് വന്നു. നമ്മൾ ഇവന്റ് പാർട്ടി എവിടെയാണ് അവിടെ പോയി കാണും. നമ്മള് ഡെഡിക്കേഷൻ ചെക്കുന്നതാ നമ്മള് സെല്യൂട്ട് ചെയ്യാം. അത്ര ഡെഡിക്കേഷൻ ഒരു പയ്യൻ പറയാനുണ്ട്. നാളത്തെ പരിപാടി എങ്ങനെ ഉണ്ടാവും? നാളത്തെ പരിപാടി പറഞ്ഞാല് ഇതുവരെ കാണാത്ത MES കാണാത്ത MES എന്നല്ല വളാഞ്ചേരി ഒരു കോളേജും കാണാത്ത അത്ര കണ്ടില്ല അങ്ങനത്തെ ഒരു ഇഫ്താർ ആയിരിക്കും നാളെ. കണ്ടോളി അക്കൗണ്ടിൽ വരും എല്ലാരും. നാളെ ലൈറ്റുകൾ ഓടി കാണില്ല. കാരണം ലൈറ്റ് വെക്കണ നമ്മളാണ്. കണക്ഷൻ കൊടുക്കണ ആരാ? കണക്ഷൻ കൊടുക്കാൻ പിടിക്കാനാ. അപ്പൊ എന്താ ചെയ്യാ, എല്ലാരും ഞങ്ങളെ അക്കൗണ്ട് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നോളി. കാരണം അപ്പൊ എല്ലാ ഇന്ത്യ ഡെഡിക്കേഷൻ പറയണം. നാളത്തെ ഇതിന് വേണ്ടിട്ട് ഇപ്പൊ തന്നെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത ഇന്ത്യ ഡെഡിക്കേഷൻ ഞാൻ എടുത്തെടുത്ത് പറയുന്നു. അതിലൊന്നുമില്ല, മൈക്കില്ല, മൈക്ക് ഓഫ് ആണ്. ഓ ആക്ടിങ് വേറെ ഒരു പണിയില്ലാത്തോണ്ട് വ്ളോഗിൽ എടുത്തോട്ടെ വിചാരിച്ചു. എനിക്ക് നല്ല പണിയുണ്ട്. ഞാൻ ഇവിടെ പ്രൊജക്ട് ചെയ്തോണ്ടിരിക്കും കേട്ടോ. ഞമ്മടെ പ്രൊജക്ട് ചെയ്തോണ്ടിരിക്കുന്നു. വീഡിയോ കണ്ടു വരുന്നവർക്ക് ഡിസ്കൗണ്ട്. ഇനി എടുക്കണില്ല, ഞാൻ മരിച്ചാ. ഞാനോട് പറഞ്ഞേ മാർക്കറ്റ് വില പറഞ്ഞാൽ ഇപ്പൊ 1500 പറഞ്ഞു. അപ്പൊ പിന്നെ ഇപ്പൊ എല്ലാവരോടും 1500. അല്ല ഇപ്പഴത്തെ റേറ്റ് പറയണ്ടോ. ഇപ്പത്തെ റേറ്റ് ആരോടും. നമ്മുടെ മൈക്ക് വേണ്ട. നമ്മള് വ്ളോഗ് ഇങ്ങനെ തന്നെ തുടങ്ങാൻ പോണ്. മിസ് ഇന്ന് നോമ്പറൊക്കെ വരുന്നില്ലേ? എക്സൈറ്റഡ്? ആർ യു എക്സൈറ്റഡ്? മിസ് ആദ്യമായിട്ട് നോമ്പറക്കാണ്. ഐ മീൻ ക്ലാസ്സില് അല്ല, പക്ഷെ ഇത് ഒരു വെറൈറ്റി സാധനമായിരിക്കും. മിസ് എക്സൈറ്റഡ്? പാക്കണം. ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താണ്. അപ്പൊ അതെന്താന്ന് നമുക്ക് വരുന്ന വഴി കാണാം. പ്രണവ്, ആർ യു എക്സൈറ്റഡ്? ഷെബിൻ, നുസ്രത്ത് മിസ്, ആർ യു എക്സൈറ്റഡ്? ഞങ്ങളെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇച്ചിരി വിഷയം പരിപാടി. പേടിയുണ്ടോ? പേടിക്കരുത്. ഒരു പേടിയും വേണ്ട. എല്ലാരും നിറാസ് ഉണ്ടോ? എല്ലാരും ഉണ്ട്. ഞങ്ങള് പറഞ്ഞാല് ഞങ്ങൾ തൊടാ ആരും ആയിട്ടില്ല. വിഷയല്ല. അപ്പൊ ഗ്ലുപ്പ് അടിച്ചാണ്. എന്താ മിസ്? അതാണ് ഞങ്ങളെങ്ങനെ ഉണ്ട്? ഞങ്ങൾ വിഷയല്ലേ? ബാച്ചിനെ പറ്റി 2 വാക്ക്. ബോഡി ഗാർഡ്സിന് വേറെ ആവശ്യമില്ല. നന്നാക്കി പറഞ്ഞാ അതെ കേടാക്കി പറഞ്ഞ നന്നാക്കി പറഞ്ഞ. ചെക്കൻ വരുന്നില്ലേ പരിപാടിക്ക്? അത്രേ ഉള്ളൂ. അപ്പൊ പോയിട്ട് വരാം. ബാ നമുക്ക് ക്ലാസ്. ശരി, അപ്പൊ നമുക്കിനി ക്ലാസ്സിൽ ആരാ ഉള്ളത് പോയി നോക്കാം. ഇന്ന് ആരും വന്നിട്ടില്ല മുഫീദ. ഇന്ന് എല്ലാരും ലീവാണ്. പരിപാടിന്റെ എത്താന്നുള്ള മൂഡില്ല. സാഗർ സാർ വ്ളോഗിൽ ഹായ് പറയും. ഹായ് ഗായ്സ്. എക്സൈറ്റഡ്? അഞ്ജും ഹായ് പറയും. എക്സൈറ്റഡ് അല്ലേ? അപ്പോ ക്ലാസ് പോയേക്കാം. ക്ലാസ്സിൽ പോയി ക്ലാസ്സിൽ ആരൊക്കെ ഉണ്ട് പോയേക്കാം. ഇതാ ആർ യു എക്സൈറ്റഡ് ഫോർ ടുഡേയ്സ് പരിപാടി? എന്താ അതെന്താ? ആർ യു എക്സൈറ്റഡ്? എന്താ ഇത്? എനിക്ക് നോമ്പുണ്ടോ? കണ്ടാ പറയില്ലല്ലോ. ഇല്ലേ? ഉണ്ടോ? ഉണ്ടില്ല? ഉണ്ടോ? മൈക്ക് അവിടെ ഉണ്ട്. കാർത്തികിന് ഇന്നലെ രാത്രി നീയത്തൊക്കെ പറഞ്ഞിട്ട് ജിന്നാക്കാതെ ഇതിലുണ്ടാക്കി. അപ്പൊ ഇവൾക്ക് പറഞ്ഞിട്ടില്ല. ഇന്നലെ വൈകുന്നേരം അത് വിഷയല്ല. കാർത്തിക് ഇന്നലെ 2 മണിക്ക് നീയത്തൊക്കെ വെച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു. എത്ര മണിക്ക്? 4. അത്രയും വേണോ? ആടി. ആർ യു എക്സൈറ്റഡ് ഫഹമിദ? അല്ലേ? നീച്ചു പോ.
തസ്ലി ആരും എക്സൈറ്റഡ് ഈ വ്യൂ ആണ് ഷെബിൻ കാണുന്നത്. ആ എന്റെ സെക്കൻഡ് പേരെന്തേനു? ഷെബീബ. ഷെബീനല്ലേ? ആ എന്തേലും പേരുണ്ടല്ലോ അത് മതി. കൃഷ്ണ ഇവിടെ എന്നൊക്കെ പറയാത്ത ഇന്നലെ പെരി ബിരിയാണി ഉണ്ടായിരുന്നപ്പോ അവിടെ ഇല്ലാന്ന് ഓള് പെരീക്ക് വരാറിനപ്പോ പറ്റൂല. ഒന്നും പറഞ്ഞില്ല. ആർ യു എക്സൈറ്റഡ് ഫോർ ടുഡേയ്സ് പരിപാടി? നിങ്ങളെന്ത് ഗെയിം കളിക്കാം? ആർ യു എക്സൈറ്റഡ്? ഇഫ്താർ ഫിറ്റ് ആണിത്. ആർ യു എക്സൈറ്റഡ്? ഫിറ്റ്സൊക്കെ അവിടുന്ന് ഞാൻ വേറെ ചെയ്യാം. എന്നാലും ഫസ്റ്റ് പറഞ്ഞല്ല ഇതിലിപ്പോ എന്താ രസം? എന്റെ 3-4 വരെ വര 4 വിഷയം തന്നെടാ ഇത്. അപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. എന്താ കഥ? മൈക്കില്ല കുത്തിച്ച് കയറ്റുവോ? എന്താ പറയാ? സീൻ പ്രോ ഡ്രൈവർ നീ വണ്ടി ആണെങ്കിലും ഒന്ന് വണ്ടിയിലായിരിക്കണ്ടേന്നു. ഷെൻസ ബർസാന പറയാൻ തുണി രാവിലെ തന്നെ എടുത്ത് വന്നു. രാവിലെ അല്ല ഉച്ച ഇത് ഇവിടെ എടുക്കുമ്പോ ആണ്ട് പോവാ. തസ്ലി വണക്കം ആയിട്ടില്ല. ഇത് മറ്റേ സെക്കൻഡ് കട്ടായി കാര്യം. ഫസ്റ്റ് നമ്മൾ തുടങ്ങണുള്ളൂ. എടി പേരെത്തി ഇറങ്ങിപ്പോടി. ഉള്ളിലിരിക്കണോളെ അരപ്പൊടി. ഗായ്സ് നമ്മുടെ ഇഫ്താർ തുടങ്ങിയിരിക്കുകയാണ്. നമ്മള് ഇഫ്താർ ഫിദന്റെ അല്ല ഹിബന്റെ വീട്ടിൽ വെച്ചാണ്. അപ്പൊ ഹിബയിലേക്ക് നമുക്ക് ചലിക്കാം. എന്നൊക്കെ പറയാളേ. ഇവിടെ നിന്ന് ഇഫ്താറാണ് എന്താവുന്നൊക്കെ അറിയില്ല. 50 ആൾക്കാരുണ്ട്. ഇതുവരെ നമ്മൾ 30 പേരെ വെച്ചിട്ടൊക്കെ നടത്തി. ഒളിച്ചടക്കുവോ അറിയില്ല. പേരെ മറിച്ചിടോന്നൊരു ഡൗട്ട് ഉണ്ട്. മറിച്ചിടാതെ ഒച്ചമണി ഉണ്ടാക്കിയത് ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. ഇല്ല ഒച്ചമണി ഉണ്ടാക്കൂല. നമ്മള് സെൽഫ് നമുക്കറിയില്ലേ? അറിയാം. അതുകൊണ്ടാ പറയണ ഒച്ചമണി ഉണ്ടാക്കിയത്. ഒരു പേടി വേണ്ട, ഉഷാറായിരിക്കും. പ്ലാനിങ് അവിടെ തുടങ്ങി. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിക്കോ. ഞാൻ ഗേൾസിന്റെ ഓക്കെ അപ്പൊ നമുക്ക് ഗേൾസിന്റെ അടുത്ത് പോയിട്ട് ചെക്കന്മാരുടെ അടുത്ത് പോയാൽ മതിയോ? നമുക്ക് ആദ്യം ഗേൾസിന്റെ അടുത്ത് പോയേക്കാം. ഗേൾസ് ഒക്കെ ഉള്ളിലുണ്ട്. ഗേൾസ് പ്രൈവറ്റ് ആയിട്ട് നിൽക്കല്ലെങ്കിൽ നമുക്ക് കയറി വെക്കാം. ഗൈസ് പ്രശ്നമില്ലല്ലോ? വ്ളോഗാണേ, ഇഷ്യൂ ഇല്ലല്ലോ ഗായ്സ്. നമ്മളെ ഡൈവർ ഫിദ വന്നതിനെ പറ്റി എന്താ പറയാ? നല്ല കയ്യും കാലൊക്കെ വിറച്ചിട്ട് വയ്യ. ഇറക്കുണ്ടായി ഇന്നെ പിടിക്കും പറയുന്നുണ്ട്. ഇവര് ഇവിടെ എന്താ കാട്ടുന്നു? ഒരു കണ്ണട ഉണ്ട് വിചാരിച്ചിട്ട് ആയിട്ട് ഫോട്ടോ എടുക്ക. ഈ കോട്ടപ്പുറത്തുനിന്ന് വന്നപ്പോഴൊക്കെ എന്തിനാ ഇവിടെ ദിലിക്കണേ? ഈ കോട്ടപ്പുറം മറ്റേ പാങ്ങൊക്കെ എന്തിനാ അതിലിക്കണു? അതെങ്ങനെ കോട്ടപ്പുറം ഫോട്ടോ എടുക്കല്? ഞങ്ങള് ഇഫ്താറിന് ഒച്ചപ്പാടുണ്ടാക്കാവോ? വന്നിട്ട് ഇത് ഞങ്ങളെ ഹിബാസിന്റെ. ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികള്. ഒരു ന്യായമുള്ള പരിപാടിയെ പിന്നെ കാട്ടുന്നത്. എന്റെ പണി നോക്കിക്കോ. വിട്ടോ കണ്ട നോമ്പിയാത്തല്ലോ. കണ്ട നോമ്പില്ലാത്ത പോലെ ഉണ്ടല്ലോ കള്ളൻ. നോമ്പെടുത്തിട്ടില്ല കാഴ്ച. നമ്മളെ മാതിരി ഇത്ര ഡെഡിക്കേഷൻ ആയിരിക്കില്ല. നോമ്പിട്ടൊരു കളിക്കും ഞങ്ങളില്ല. അടുത്ത ആളിലോട്ട് ഇക്ക് ചിലത് പറയാനുണ്ട്, പക്ഷെ ഞാൻ ഇപ്പൊ ഇതില് പറയണില്ല. ബിക്കോസ് ഇത് മറ്റേ ഡയലോഗാണ്. എനിക്കും ആരും പറയാനുണ്ട്, പക്ഷെ ഞാൻ പറയാനില്ല. എനിക്കിപ്പോൾ ഒരു കാര്യം പറയണ്ട, പക്ഷെ ഞാൻ ഒന്നും പറയാത്തല്ലേ. ഞങ്ങളിവിടെ വേറെ വ്ളോഗറും എന്താ പറയാ ഇങ്ങനെ പറഞ്ഞ ആൾക്കാരെ
വ്ളോഗർ പ്രസന്റർ ഉണ്ടാകുമ്പോ ഇവിടെ വേറൊരു പ്രസന്റർ എന്തിനാ അതന്നെ പോടോ നോമ്പ് ചെയ്യാത്തോനെ ഇറങ്ങി പോടോ നോമ്പില്ലാത്തവനെ അതെ ബാക്കി പരിചയപ്പെടുത്താം. ബാക്കി ഇജ്ജ് പരിചയപ്പെടുത്തി നഫ്ല. ഇത് ഷെൻസ അല്ല, ഇതാണ് വർഷാന പറയും. വലൈക്കും സ്ലാം പറയും. എന്താ പറയണ്ടേ, ഞങ്ങളെ ഇഫ്താറാണ്, ലാസ്റ്റത്തെ ഇഫ്താറാണ്. ഇനി എന്താ പറയാ, പിന്നെ അടിപൊളിയാവും ഞങ്ങൾ വിചാരിക്കണു. അതെ എന്താ പറയാ, എക്സ്പെക്ടേഷൻ പറയും. സ്പെഷ്യൽ അടിപൊളിയാവൂല, നമ്മളെ കഴിഞ്ഞ ഇഫ്താർ പോലെ നമ്മളെ ലാസ്റ്റത്തെ ഇഫ്താറാണ്. അപ്പൊ എന്താ എന്റെ ഒരു മനസ്സിൽ മാക്സിമം ഞങ്ങള് അടിപൊളിയാവും. ഞങ്ങൾ ഇപ്രാവശ്യം നല്ല അടിപൊളി ഡെക്കറേഷൻസ് ഒക്കെ ഇറക്കിക്കണു. എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങള് ഉച്ചക്ക് എത്തിയിട്ടുണ്ട്. ഷിബിലു ഇവന്റ് വർക്ക്സ്, PK ഇവന്റ് വർക്ക്സ് ആണ് Event works ആണ് ഇന്നത്തെ നമ്മളെ decorations. ഇവന്റ്സ് ഡെക്കറേഷൻസും ഏറ്റെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇച്ചിരി വിഷയമായതുകൊണ്ട് പുതിയ മിറർ ഹിബാസ് പുതിയ മിറർ ഞങ്ങൾക്ക് മാറ്റാൻ വേണ്ടിട്ട്. യെസ്, ഡ്രീം മിറർ ആയിരുന്നു ഇത്, കൊറേ കാലത്തിന് ശേഷമാണ്. എന്താ തെസ്നി ഡ്രീം മിറർ ആയിരുന്നു. നിങ്ങളതോ? നിങ്ങൾ ഇവിടെ ഉണ്ടാവലുണ്ടാ? അതെ, ഞങ്ങള് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് നിങ്ങൾ ഇവിടെ ഉണ്ടാവും. ചോദിക്കും. ഡോക്യുമെന്ററിന്റെ ബൂട്ട് ക്യാമ്പാ? യെസ്, ബൂട്ട് ക്യാമ്പാണ് ഇവിടെ. ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റത്തെ ഇഫ്താറാണ് ട്ടോ ഗൈസ്. ഞാൻ ഷെൻസ കഴിഞ്ഞ ഇഫ്താറിന് കാര്യം ഞാൻ പറയാം. My God. കഴിഞ്ഞ ഇഫ്താറിന് ഷെൻസന്റെ പെരീക്ക് വിളിച്ചു. ഷെൻസനോട് ഇഫ്താറിന് വിടാൻ വേണ്ടി ഷെൻസന്റെ അമ്മക്ക് വിളിച്ചു. വിളിച്ചതേ ഓർമ്മയുള്ളൂ. നഫ്ലാക്ക് നല്ല ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇല്ലാത്തൊക്കെ ഷെൻസന്റെ അമ്മനെ പറഞ്ഞു. ഒന്നുമില്ല, ഉപദേശമാണ്. ഭയങ്കര ഉപദേശങ്ങളായിരുന്നു. മറ്റേ ഇത് നോമ്പറക്കലിനെ പറ്റിച്ചും കാര്യങ്ങളെ പറ്റിച്ചും. പക്ഷെ ഇപ്രാവശ്യത്തേന് എന്റെ അമ്മക്ക് വിശ്വാസം വന്നിക്കണ എല്ലാരും ഒരു നമ്മളൊരു ബാസിന്റെ കൊടുക്കാ പറഞ്ഞു നോക്കുമ്പോ നമ്മള് നല്ലതാണെന്ന് മനസ്സിലായപ്പോ പൊയ്ക്കോളി എന്ന് പറഞ്ഞല്ലേ. ഹലോ ഇനി നമ്മള് സാദിലേക്ക് പറയാനെന്താ വെച്ചാല് എഫ്രണ്ട് കൈ നോക്കി ഇതെന്താ അറിയോ, എന്താണ് തലടിച്ച് പൊളിച്ചെന്നല്ല, ഏതോ തല്ലുണ്ടായി. എഫ്രണ്ട് അറിയാലോ, എല്ലാരും തല്ലുണ്ടാക്കും. ഇത് ഏതോ ചെക്കന്മാര് തല്ലുണ്ടാക്കിയാണ്ടേ ഓള് എന്തോ കൈയോട് എന്തോ വാങ്ങി കാണിച്ചു, ഇങ്ങനെ എന്തോ വാങ്ങി കാണിച്ചു. അപ്പൊ എന്ത് ചെയ്ത് ചെക്കൻ പിടിച്ചിട്ട് തിരിച്ചത് എന്താ അങ്ങനൊന്നുമല്ല. ദാ. ഇവിടെ അല്ല സ്ക്രാച്ച് വന്നത്, ഇവിടെയാണ്. അതന്നെ അത് പിടിച്ച് തിരിച്ചിട്ടാണ്. മനസ്സിലായില്ലേ? ബൂമറാങ് വിട്ടതാണ്. ബൂമറാങ് തേങ്ങി മാങ്ങൊന്നുമല്ല. ഞാൻ പറഞ്ഞുതരാം. ബൂമറാങ് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ വിട്ടപ്പോ ഞാൻ എഴുതി മേലക്ക് എത്തിയത്. മേലക്കല്ല പോയത്, ഇവിടെ എത്തിയത്. പിന്നെ ചെവിന്നൊക്കെ ഒരു ഒച്ച, ആകെ ഒരു ചൂടൊക്കെ. ബൂമറാങ്ങോ? ആ മറ്റേ റബ്ബറിന്റെ സാധനം. ചവണല്ല, നാലാഗസ്റ്റ് പോയി ഇങ്ങനെ ആ ബംഗാളികൾ ഇങ്ങനെ അത് ബൂമറാങ് അല്ല, ഹെലികോപ്റ്റർ മറ്റേ സാധനം കറങ്ങി പോണേ. ബൂമറാങ് പറഞ്ഞാ മറ്റേ എറിഞ്ഞാ തിരിച്ചു വരുന്ന സാധനം. ഇവക്ക് ഇതറിയില്ല. എല്ലാരോടും ഇതാണ് പറഞ്ഞത്. എടാ തിരിച്ചു പോയി താഴെ വരുന്ന സാധനങ്ങളൊക്കെ ബൂമറാങ് എന്നാ അറിയാം. അതിനെ പറ്റി നമ്മൾ ആധികാരികമായിട്ട് സംസാരിക്കണില്ല, അറിയാത്തോണ്ട്. എന്തായാലും നമുക്ക് ചെക്കന്മാര് അവിടെ വേറൊരു നോൺ മുസ്ലിംസ് നമ്മളങ്ങനെ പറയാറില്ല. ഞാൻ പറഞ്ഞു തരട്ടെ, ഫുള്ളായിട്ട് പറഞ്ഞു തരട്ടെ. ക്രിസ്ത്യനായിട്ടും പെലച്ചക്ക് നീച്ച് ഫുഡ് കഴിച്ച് നോമ്പെടുത്ത് വന്നു എന്നുള്ള രീതിയിൽ എന്താണ് പറയാനുള്ളത്? എന്താ കഴിച്ച്? പെലച്ചക്ക് എന്താ കഴിച്ച്? എത്ര മണിക്കാ നീച്ച്? 4:30 എഴുന്നേറ്റു. ഇല്ല നോമ്പ് സംഭവം സിമ്പിൾ ആണ്. എനിക്കൊന്നും തോന്നില്ല പ്രത്യേകിച്ചിട്ട്. വെള്ളത്തിണ്ടാണ്ടോ? അത് എന്താണാവോ, എന്നാലും അന്നെ ഇതിന് പ്രൊമോട്ട് ചെയ്താരാ? നമ്മള് സെൽഫ്. ഞാൻ എന്തായാലും എടുത്തല്ലോ. നീ തെച്ചോ? നമ്മള് വേറെ ഒക്കെ ഉണ്ട്. നീയത്ത് വെച്ചിക്കണ്. മനസ്സിലായി. കാർത്തിക് ഉണ്ട്. കാർത്തികിനും നമ്മള് നീയത്തൊക്കെ വെച്ചെടുത്ത്. ചെക്കപ്പ നീച്ചിക്കണ്. 4 മണിക്ക് എടുത്തിട്ടുള്ളൂ. ഫുഡ് കഴിച്ചിട്ടായിരുന്നു നീയത്ത് പറഞ്ഞുകൊടുക്കും ചെയ്ത്. പക്ഷെ കാർത്തിക് കുറെ ദിവസം എടുത്തിട്ട്. കാർത്തിക് പൊളിയാട്ടോ. നമ്മൾ സെൽഫ് പൊളിയല്ലേ. അപ്പൊ നമുക്ക് ഇനി ചെക്കന്മാര് പണിയെടുക്കണേലേ വെച്ച് കാണാം. ഇവരൊക്കെ എന്താ കാട്ടണേ? നിങ്ങള് മമ്മാനി ഏൽപ്പിച്ചില്ലേ? ഇല്ലാന്ന് പ്രശ്നമില്ല, പഴയ ആൾക്കാർക്ക് അങ്ങനത്തെ വിഷയമൊന്നുമില്ല. ഇവളൊക്കെ നിർത്താൻ കണ്ട ഇവിടെ ആരാ ഇവളൊക്കെ? വീട്ടിൽ പോയാ അങ്ങനെ വെക്കാം. അമ്മമ്മ എന്തിനാ? അല്ലെങ്കിൽ ബാഡി കാര്യം അതൊന്നും അറിയേണ്ട കാര്യമില്ല. പക്ഷെ എന്തൊക്കെ സമൂസേറ്റോ ഇജ്ജ് അത് നോക്കുകയും ചെയ്ത അതിന്റെ ഇടയ്ക്ക്. ഇജ്ജ് പറയണം. എന്നെ പറ്റി പറയാനാണെങ്കിൽ അതിനെ പറയാൻ പറ്റിയല്ല ഇതിലുള്ളത്. പറയാൻ പറ്റിയൊന്നല്ല ഇവള് ചെയ്തു കൂട്ടുന്നേ. അല്ല ആസിഫ് വിളിച്ചതാ. എന്തോ എനിക്ക് ഇന്നെ പെട്ടെന്ന് ഓർമ്മ എന്തെങ്കിലെന്നൊക്കെ വെച്ചിട്ട്. ഇജ്ജെല്ലാം പറഞ്ഞേ അല്ല ഇജ് പറ, ഒരു പെൺകുട്ടി
ഇവനക്ക് അല്ല ഇവൻ വിളിച്ച് ശല്യപ്പെടുത്താം. ഒരു പെൺകുട്ടിക്ക് വിളിച്ചിട്ട് ചോദിച്ചു ഏതാ മറ്റേ പറഞ്ഞാന് ഏതാ മുഫീദ് ചോദിച്ചു. അപ്പൊ എന്താ അത്ര മുഫീദ് ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്താത്ര കുട്ടിക്ക്. ഇത് സത്യാട്ടോ. വേണ്ട തെളിവുകളൊന്നും നമ്മൾ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അതുപോട്ടെ, നമുക്ക് അടുത്ത ആളിലോട്ട് പോവാം. ഒന്നും പറയാല്ലേ കാര്യമായിട്ട്. കല്യാണം കഴിഞ്ഞു, അതുകൊണ്ട് നല്ല അതുകൊണ്ട് നിനക്ക് നോമ്പ് ഹണിമൂണിന് പോകാൻ പറ്റിയില്ല. ഇല്ലടാ നോമ്പായില്ലേ. നോമ്പായോണ്ട് ഹണിമൂണിന് പോകാൻ പറ്റാത്ത ഇല്ല ചെക്കനെ വിളിച്ചണ്ടേ. ചെക്കൻ വരുമ്പോ ഞാൻ വരും, നിന്നെ കൊണ്ടുവരാൻ വരും. അതുകൊണ്ട് പക്ഷെ ആ കാര്യം അന്ന് ഞങ്ങൾ വ്ളോഗ് എടുക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ എന്റെ ചെക്കനൊക്കെ വരുന്നോണ്ട് നന്നായിക്കോട്ടെ വിചാരിച്ചിട്ട് വ്ളോഗ് എടുക്കാൻ നിന്നില്ല. സംഭവം വന്നപ്പോഴല്ലായിരുന്നു മുഫീന്റെ നാട്ടുകാരനാണ്. അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ ഞങ്ങൾ അന്ന് എടുത്തില്ല. പക്ഷെ ചെക്കനാണ് പറയണോ പറയല്ലേ, ചെക്കനാണ് ഇഫ്താർ സ്പോൺസർ ചെയ്തത്. പൊലിവ് അപ്പൊ അതാണ്ടായി. ഫിറ്റ് ഒന്ന് പോയിടായിരുന്നു. ഇവര് ഫിറ്റ് ചെക്ക് ചെയ്യട്ടെ, നമുക്ക് ചെക്കന്മാരെ ഫിറ്റ് ചെക്ക് ചെയ്യാൻ പോവാ. ഇവിടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കണേ. അപ്പൊ ചെക്കന്മാരെന്താ ചെയ്യണ ചോദിച്ചോക്കാം. എന്താ പറയാനുള്ള നമ്മള് ഇഫ്താറിനെ പറ്റി പരിപാടി നോക്ക്. KVM ടോപ്പ് ഇഫ്താറും നമ്മളോട് ഇന്നലെ ശിവല് പറഞ്ഞാല് സൂപ്പർ പരിപാടി ആവും. എല്ലാരും നമ്മളെ പരിപാടി കാണാൻ വേണ്ടി വെയിറ്റ് ആക്കി ഇരിക്കാന്നറിയാം. കത്തിക്കും അടുത്ത് പോയത് അതൊക്കെ ട്രിപ്പറൊക്കെ കൊടുന്ന് സാധനം ഇറക്കിയ ഒരു പരിപാടി ഇപ്പൊ ഇവിടെ കണ്ടോ ഞങ്ങള് ലോറി ട്രിപ്പർ ലോറി ഇതൊക്കെ സീന് സാധനങ്ങളാണ്. സർപ്രൈസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് വ്ളോഗില് വരുന്നതായിരിക്കും, റിവീൽ ചെയ്യുന്നതായിരിക്കും. സീൻ സർപ്രൈസ് ഉണ്ട്. നല്ല സർപ്രൈസ്. വൃത്തിയല്ലേ പരിപാടി വൃത്തിയാ. അപ്പൊ എല്ലാം വരും. AP ഒക്കെ പത്തൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കാം. ആർക്കും നോമ്പില്ല. എനിക്ക് പത്തൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാ ചെക്കന്മാര് സാധനം ഇറക്കുന്നുണ്ട്. എനിക്ക് നോമ്പുണ്ട്. റിവാഷ് നോമ്പുണ്ടോ? എനിക്ക് നോമ്പുണ്ട്. മാഷാ അല്ലാഹ്. പിന്നെ ഇജ്ജ് എന്താ വിചാരിച്ചു ഞാൻ നോമ്പൊന്നും എടുക്കാതെ എങ്ങനെ എടുക്കാന്നോ? എനിക്കും നോമ്പുണ്ട്. നമുക്ക് ചെക്കന്മാര് എന്താ ചെയ്യണ കാണിച്ചു കൊടുക്ക്. ചെക്കന്മാര് AP ഒക്കെ പണിയെടുക്കുന്നുണ്ട്. ആ ലോറിന്റെ ബാറ്ററി ഇറങ്ങിക്കണം. അപ്പൊ ജമ്പർ അടിച്ച് വണ്ടി റെഡിയാക്കാൻ പോവാണേ. ആരാ റെഡിയാക്കണേ? ഷിബിലു റെഡിയാക്കണേ. ലോറി സ്റ്റാർട്ട് ആവാഞ്ഞിട്ട് ഇറ്റോസിനാണ് കണക്ഷൻ കൊടുത്തു. അമ്മരെ ടീമാണ്, ചില്ലറ കളിയൊന്നുമല്ല. പണിയെടുക്കണ ആരാ നോക്കിയാ? ഒരു മൈക്കോൽക്ക് ഇങ്ങനെ കൈ വെച്ചെടുത്താ നോക്കട്ടെ, നമുക്കൊരു ട്രൈ കൊടുക്കാലോ. ടോറസ് ആണെങ്കിൽ വണ്ടി ഇപ്പൊ തൊടുക്കിട്ടിരുന്നു. പക്ഷെ ഇതിപ്പോ വണ്ടി കുറച്ച് ചെറുതായി പോകണ്ട. റയാൻ ഇത്ര സമയം എടുക്കണം. അല്ല ഇത്ര സമയത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇല്ല, ഷിബിലൊക്കെ എന്താ തപ്പുണ്ട്. എന്താ തപ്പണിങ്ങാട്ടിയാ പോയേക്കട്ടെ. ഇവരൊക്കെ എന്താ തപ്പണാവോ? AP തിരക്ക് കൂടുണ്ടോ? തിരക്കാ? ഇല്ലല്ലോ, തിരക്കായി വരുന്നുള്ളൂ. ഇജ്ജ് ബത്തൊക്കെ അടച്ചാളാ, അത് ഒന്നും ചെയ്യണ്ട. ഉള്ളിക്കേക്കാൻ പോവാ. എന്നാ പണിത്തോട് ഇജ്ജ് പണിയെടുക്കണ്ടോ? ഞാൻ പണിയെടുക്കൂല. ഞാൻ ഇവിടെ Instructions വിജി മാത്രം. ഉണ്ടായിട്ടില്ല. വിജി ആരാന്ന് പറഞ്ഞോ? നിങ്ങള് വരുന്നതിന്റെ മുന്നേ ഞാൻ ഇവിടെ അടിച്ചു പോയി. പിന്നെ എന്താ തുടക്കലും ചെയ്ത് തിണ്ടൊക്കെ തുടച്ചു. ഇവിടെ തുടച്ചോ? ഇവിടെ ഉള്ളില് ഇവിടെ എന്തേലും ചെയ്തോ? ഇവിടെ എന്റെ അനിയൻ വെള്ളം പറഞ്ഞു. അതറിയണ്ടേ. അപ്പൊ എന്നാലും ഞാൻ ആദ്യമേ പറഞ്ഞു എന്റെ പെരയിൽ വെച്ച് നടത്തുകയാണ്, ഞാൻ ഒരു പണി എടുക്കൂലെന്നുള്ളത്. അത് അത്ര മതി. ഞാന് പെര ഒഴിച്ചെന്നില്ല. അയാളെ നമ്മള് നേരത്തെ വന്നിങ്ങനെ. ഞാൻ പണിയെടുക്കൂല, ഞാൻ വ്ളോഗ് എടുക്കുള്ളൂ. ആക്ക് തോന്നി ക്യാമറേറ്റ് നടന്ന പ്രൊജക്ട് എന്താവും. പ്രൊജക്ടിന്റെ കാര്യം വ്ളോഗിൽ പറഞ്ഞില്ല. അപ്പൊ ഗായ്സ് അടുത്തതിൽ 2 ദിവസമായിട്ട് പ്രൊജക്ടിന്റെ പിന്നാലെ നടന്നിട്ട് ഉറങ്ങിയിട്ടില്ല. അതെന്തായാലും ആട്ടെ. നമ്മള് ഷിബിലൊക്കെ വലിയ സെറ്റ് ആടാ ചേട്ടായോ. വയറൊക്കെ എന്താണ് സെറ്റപ്പ് ഇത്. ഒരു മിനിറ്റ് അപ്പുറത്ത് പോയാക്കി ആളെ കാണിച്ചരാ. നടക്കോ ട്രൈ ചെയ്യാം നമുക്ക്. മച്ചാനിത് പോരളി. ആരാ ആ മുണ്ടൊക്കെ മടക്കി കുത്തി ഇരിക്കണ ഇരുത്തം കണ്ടങ്ങള്? നിങ്ങൾ എന്താ വിചാരിച്ച് ചില്ലറ മനുഷ്യനൊന്നല്ലേ ഇരിക്കണേ? ഇത് പിടിച്ചാ ഇറ്റോസ് റേസാക്കാനോ? ഏടാ മോനെ, ഇറ്റോസൊക്കെ റേസാക്കാന് ഇത് തുരുമ്പിടിച്ച വണ്ടിയാണുള്ളത്. പറ്റ പോയിക്കണളിയാ. ഏതാ ഇരുത്തം? മാട് തോമ അളിയാജി, ഏതോ ഒരു തോമയാണ്. ചാടി മുമ്പക്ക് വരുമോ? നടക്കോ? നല്ല സ്പാർക്ക് ഉണ്ട്. പക്ഷെ വണ്ടി കിട്ടുന്നുണ്ട്. എന്തായാലും നിങ്ങള് വണ്ടി സ്റ്റാർട്ട് ചെയ്യ്. ഇവിടെയാണ് നമ്മളെ പരിപാടി നടക്കാൻ പോണേ. ഇവിടെ 2 കമ്പ് വെച്ചിങ്ങനെ. നമ്മള്
താറായിരുന്നോ ചാവി എന്താ താറായിരുന്നോ താറ് നമ്മളുടെ റയാന്റെ ഓ റയാൻ മൂസ. ഞാൻ പുതിയ വണ്ടി എടുത്തത് ആരും കണ്ടിട്ടില്ല സർപ്രൈസ് അല്ല റയാനെ പണി ഞാൻ വണ്ടി കണ്ടപ്പോ ഞാൻ ഫസ്റ്റ് ഞാൻ വിചാരിച്ച ആദില് വന്നേന്ന്. അല്ല ഫസ്റ്റ് ഓരോ വണ്ടി വന്നേന്ന്. അപ്പൊ ഞാൻ ആദിലിന്റെ വിചാരിച്ചിട്ട് 916 നോക്കി. അപ്പൊ അല്ല. അപ്പൊ ഞാൻ വിചാരിച്ച വേറെ ഞാൻ ആരെങ്കിലും പുതിയ വണ്ടി. വണ്ടി എടുത്തേ പിന്നെ സാദിന്റെ തല ഇങ്ങനെ പുറത്തേക്ക് വന്നു. അപ്പൊ മനസ്സിലായി ഞാൻ ഇതാരാ ചെരുപ്പാ അത് എന്റെ ചെരുപ്പ്. അതിന്റെ ഒരു കോല നോക്കച്ച്. ഇല്ല ഇല്ല ഞാൻ ഇന്റെ കാലം അത്ര വലുതൊന്നല്ല അതല്ല അതിന്റെ ചളി വിളി അത് കുഴപ്പമില്ല എന്റെ പ്രോജക്റ്റ് വ്ളോഗില് പ്രൊജക്ട് ചോദിച്ചാ ഞാൻ ഉള്ളിൽ പോട്ടെ അതാ നല്ലത് ഇവിടെ ഇപ്പൊ പണി എടുക്കേണ്ടി വരും ഇവിടെ പണി വേറെ സംഭവം ഉണ്ട് ഫ്ലെക്സ് വരെ ഉണ്ട് ഫ്ലെക്സ് ഉണ്ട് പിന്നെ സർപ്രൈസ് ഗിഫ്റ്റ് പലതും ഉണ്ട് അതാ ഇവിടെ ആരും ഇല്ല കേട്ടോ പുറത്തന്നെ നിക്കാം എല്ലാരും ഉള്ളിലാ വാതിലടച്ചിക്കണം ആണ്ട് പോവാൻ പറ്റൂല എന്നുവെച്ച് അങ്ങനെ എന്തേലും ഉണ്ടോ നോക്കാം എന്നിട്ട് വരുന്നുള്ളൂ എന്തേലും ഉണ്ടോ നോക്കിട്ട് വരുന്നുള്ളൂ അല്ല കഴിവേറിയാളായതുകൊണ്ടൊന്നും പറയാൻ പറ്റൂല മിററിന്റെ ഉള്ളിൽ പോരുന്നില്ല കൈസ. അത് പോകും ഒരു മിറർ വാങ്ങിച്ചിട്ട് ഇങ്ങനെ കാട്ടിക്കൂട്ട ഇജ്ജ് പറയ് പോകുമ്പോത്തിന് ഇത് ഉണ്ടാവും അറിയില്ല. അത് പുറത്തേക്ക് ഇടണം എന്നൊക്കെ കരി കൊണ്ടുപോകും തോന്നുന്നുണ്ട് പുറത്തേക്കിട്ടാ മൂടാവും പുറത്തേക്കിട്ടാ മൂടാവും മൂടാവണ്ട മിറർ ഇഷ്ടപ്പെട്ടോ കറക്റ്റ് ഞങ്ങളെ ഡ്രീം മിററാണ് ഒരു മിററാണ് കുട്ടി അത് ഇതൊക്കെയാണ് നിങ്ങളുടെ ഡ്രീം ഇവിടെ മിററേ ഇല്ലേ എന്നോട് എന്നോട് വെക്കുമ്പോ എന്താ പറഞ്ഞറിയാം ഞാൻ എന്റെ ഫ്രണ്ട്സുകൾ വരുമ്പോ ഇവിടെ മിറർ ഇല്ലാന്ന് പറയും. ഇവര് പറഞ്ഞു വെച്ചതാണ് ഈ സംഭവം. അന്ത്യാഭിലാഷം നഞ്ഞി പോയി മരിച്ചാളി എന്തേ മരിച്ച എന്ത് കാട്ടും എന്താണ് ഒരു കണ്ണട ഇട്ട് വിചാരിച്ചിട്ട് കണ്ണടന്റെ വലിപ്പല്ലേ അവള് ഇങ്ങനെന്നാ കണ്ണാടി എങ്കി കണ്ണാടി ഇങ്ങനെ നിക്ക് അതിന്റെ കണ്ണാടിന്റെ മുമ്പ് പോയി നിക്ക് നോക്കട്ടെ ഇജ്ജ് പറഞ്ഞോ നീ പറഞ്ഞോ ഇനി പറഞ്ഞോ സ്ത്രീകൾ ഓൺലിയാണ് ഇവിടെ സ്ത്രീകൾ ഓൺലിയാ എന്ത് അതുകൊണ്ടാണ് നിക്കണത്. ഇത് അന്നതിയിലിടൂല അന്നെ വ്ളോഗിൽ കാണിക്ക പോലില്ല സപ്പോർട്ട് സംഭവം ശരിയാട്ടോ ഇത് രസമുണ്ടല്ലേ എങ്ങനെ ഇങ്ങനെ 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 കിടക്കല് മറന്നാ അങ്ങനല്ല ഇല്ല എത്തണില്ല കാലത്താട്ടി വെച്ചിക്കണ് ചാടി കയറിയൊക്കെ നിക്കണ് അന്നെ കൊണ്ട് നടക്കൂല അവളെ ഞാൻ പോവാ നിങ്ങള് എന്തായാലും ചെയ് പിച്ചക്കോ എന്ത് എന്റെ പെണ്ണുങ്ങള് വ്ളോഗായിട്ട് കിടക്കണ് ഞാൻ കട്ടേട്ട അപ്പൊ ഞാൻ അടുത്തതിൽ കാണാം ഗായ്സ് വണ്ടി ഒതുക്കി വേണ്ട അവസ്ഥയാണ് ആണല്ലേ ഇവിടെ വണ്ടി തള്ളണൊക്കെ ഉണ്ട് ഏപ്പിയ മേലാനിങ്ങ ശരിക്കും മേലാണെങ്കിൽ പണിയെടുക്കോ ആണാ ഷിബിലെന്താ അതിന്റെ ഉള്ളില് മേലാനിങ്ങണില്ല വണ്ടിന്റെ ഉള്ളിൽ കയറിയില്ല ഇതാണ് മെയിന് ഇത് നടക്കണ്ടോ വല്ല നടക്കോ പുതിയ സാധനം മോന ഇത് പരിചയപ്പെടുത്ത റയാന പുതിയ ആനക്കുട്ടിയല്ല പന്നിക്കുട്ടിയല്ല ആട്ടുകുട്ടി ശിവലത് എന്ത് കുട്ടിയാ താറ് അപ്പത്തിന് സ്റ്റാർട്ട് ആക്കിട്ടാ ലേറ്റ് ആണ്ടോ അത് വണ്ടി അത് വേണ്ട അത് കുഴപ്പമില്ല എന്തേലും ആവട്ടെ ഇത് വണ്ടി ഇറക്കിയിട്ടുള്ളു അപ്പോത്തിന് പണി എടുക്കാൻ കയറ്റി അതാണ്ടാ സാധനം കണ്ട എല്ലാം കയറ്റിക്കണു എന്തൊക്കെയാ കയറ്റിക്കണു ടയറ് മാറ്റി ഉള്ളിൽ എന്തൊക്കെയോ ചെയ്തിക്കണ് പൊക്കിയാ വണ്ടി മൊത്തം പൊക്കി എന്തൊക്കെയോ ചെയ്തിക്കണ് പെണ്ണിനെ പറ്റി ആധികാരികമായി പറയാൻ അറിയാത്തോണ്ട് അതിലേക്ക് അധികം പോണില്ല നിർത്തി വെച്ചിരിക്കുന്നു എന്താടാ അട്ടത്തുനിന്ന് ആരോ വിളിച്ചിട്ടുണ്ട് ഒരണ്ണാനും ഒരണ്ണിയും പ്രശ്നം എന്താ ഞാൻ വരട്ടെ സെന്ററിൽ കാലെടുക്കാം ഞാൻ വരാം ആകെ അവിടെ സ്പേസിൽ ബാക്കി മേലെ പോയി നോക്കാം എന്തൊക്കെയാ മോളിൽ നിന്ന് ഇറങ്ങിയോ മേലെ എന്തൊക്കെയാ പരിപാടി ഉണ്ട് മേലെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് മൂസിന് വരുന്നുണ്ട് നമ്മളെ ഇവന്റ് മാനേജ്മെന്റ് ഉണ്ട്
PK Events. PK Eventsന്റെ ശരി പാർട്ണറാണ്. സംഭവം സീനിയർ പണിക്കാരനാണ്. പാർട്ട്ണർ എന്ന് പറഞ്ഞ് പറ്റിച്ച കമ്പനിയിലെ അതെന്തേന്നു സിഇഒന്റെ ഏറ്റവും വലിയ എന്തോ സർപ്രൈസ് സാധനം ഇവിടെ റെഡി ആവുന്നുണ്ട്. വെറൈറ്റി സാധനം പണി എടുത്ത് ഇറക്കിയതാണ്. എന്താ പറഞ്ഞോടുക്കി? കുറച്ച് മെനക്കെട്ട പണിയാണ്. ഓരോരുത്തർക്ക് ഇത് ഐഡിയ അറിഞ്ഞതാണ്. എന്നുവെച്ചാല് ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ പേരിലാണ് ഇതൊക്കെ. ഇതാണ് ഇതൊക്കെ നോക്കാൻ ഇതില് നോക്കേണ്ട ആളാരോ പീക്കു, മൂസിൻ, AP. 2 AP-ണ്ടാ? 2 AP-യോ? മിക്കവാറും 2 AP തോന്നണ്ടാ. പാളിയോ മൈക്കടിയാ? ഇത് പാളിയോ? എന്തോ സംഭവിച്ചു. മൂസി ഇത് പാളിയോ? AP ബടിയും 2 AP-യാ? അവിടെ ഇവിടെയാ? പിന്നെ ആരടാ ഇവൻ? റെഡിയാക്ക വ്ലോഗ് അടിക്കൊണ്ടാ. ഞാൻ ഇവിടുത്തെ കഴിഞ്ഞിട്ടാണ് കൊണ്ടാ. അപ്പൊ എന്താണ് സാധനം കാണിച്ചു കൊടുത്താ? കുപ്പി കാണിച്ചു കൊടുത്താ? പറഞ്ഞോടുക്ക് എന്താ ചെയ്യണെന്ന് പറഞ്ഞോടുക്ക്. അതായത് ജ്യൂസ് എടുക്കണ ക്ലാസ് ഞങ്ങള് ഇത് സ്റ്റിക്കർ ആർക്കും അറിയില്ല ഞങ്ങൾ ഇത് ചെയ്യണേ. ഇനി ഇതാ പെട്ടെന്ന് സർപ്രൈസ്. ഇത് സാധനം മിസ്സുമാരെ കാണിച്ചു കൊടുത്ത ഫോട്ടോ. ഇത് നുസ്രത്ത് മിസ്സിന്റെ ചിങ്കിടി. ഇത് സ്പെഷ്യൽ സാധനമാണ്. ഇത് ബക്ക് മാത്രമേ ഉള്ളൂ. അനക്ക് എങ്ങനെ തരാ? ഓള് നോമ്പർപ്പിച്ചല് വെച്ചു. ഇജ്ജ് വെച്ചാ? ഊറ്റിന്നൊന്നല്ല ഓനെ. ഇതെന്താ ഡള്ളായിരിക്കണ ഒരാള്? ഇത് നമ്മളെ നിസാറിക്ക. അതല്ല കോമഡി. വേറെ ആ ഇത് സ്പെഷ്യൽ സാധനം. ഇത് കണ്ടാ? ഇത് സ്പെഷ്യൽ സാധനം. പെട്ടി സാദ്. ആ അപ്പൊ നമുക്ക് ഒരു മിനിറ്റ് വ്ലോഗ് ഓഫ് ആക്കിട്ട് എന്തോ പറയണ്ടെന്ന് കേക്കട്ടെ. പോവല്ല ഞങ്ങള് താഴെ ചെക്കന്മാരെ പരിപാടി നോക്കട്ടെ. ഇജ്ജ് ഇവിടക്ക എല്ലാരും പോവാണ്. എല്ലാരും പോവാ? ആ എന്നാ ഒരു മിനിറ്റ് എന്നാ ബാക്ക് ടു ഇവന്റ് പരിപാടി. ഇവന്റ് മാനേജേഴ്സിന്റെ അടുത്ത് പോയേക്കാം. പോളൊക്കെ പിടിച്ച് നിക്കുന്നുണ്ട്. നമ്മുടെ ഷിബിലുണ്ട്, മൂസിണ്ട്, AP ഉണ്ട്. ഷിബിലു ആണ് ഇതിന്റെ ഫുൾ പരിപാടി ഏറ്റെടുത്തത്. പിന്നെ തല ഷിബിലേക്ക് ഡിസ്റ്റർബ് വേണ്ട, ചെയ്തോട്ടെ. ഇജ്ജുണ്ടോ അതില്? ആണ് മാസ്റ്റർ ബ്രെയിൻ. അതാ പോടാ ആണെന്ന് പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞെടുത്ത് കാണിച്ചു. അപ്പൊ ഓനെ പറ്റിച്ചു. എനിക്ക് ക്രെഡിറ്റ്സ് ഇഷ്ടമല്ല. പിന്നെ ഇതിന്റെ വ്ളോഗ് പറയണേ 250 മറ്റേ ഹനാൻസ പറയണ 250 വരുന്ന ഫാമിലി ഓഡിയൻസ് കാണൂലേ? സത്യം. ലൈൻ കട്ടില്ല. ലൈൻ കട്ട് മാത്രല്ല ഒരു തലേക്ക് ഇടും. ഇത് പ്ലാനൊക്കെ നടക്കണ്ട്. ഫ്രൂട്ട്സ് എത്ര ഫ്രൂട്ട്സിന് കണക്ക് അന്റെ കണക്കാണ് കിട്ടാത്ത ഒരു ചെമ്പ്. എനിക്കൊരു തളികയില് ഫ്രൂട്ട്സ് ഒക്കെ പറഞ്ഞത് 2 ബത്തൊക്കെ കണ്ടറിനുള്ളൂ. വെച്ചെടുക്ക. എന്താ പറഞ്ഞ? ഫ്രൂട്ട്സ് അധികം ഒന്നുമില്ല, ഷുഗറാ അനക്കാ? മഞ്ഞ വാങ്ങിയതല്ലേ? മഞ്ഞാത്തക്കര ചക്കരമത്തൻ. അതാണ് പൊന്നാനി സ്പെഷ്യൽ ചക്കരമത്തൻ. നാട്ടിൽ എന്താ പറയാ? ബത്തക്കോ തണ്ണിമത്തൻ ബത്തക്ക. അണ്ണൻ തുണിയായിട്ട് ഇറങ്ങി. സ്മൂസി എന്നൊക്കെ പറഞ്ഞാല് ആരാ? മൂസിന് പറഞ്ഞാൽ ഓനെ വർക്കറാക്കിയല്ലടാ ചെയ്. ഒന്നുമില്ലല്ലോ അന്റെ ഒപ്പല്ലേ ഡെയിലി വരുന്നേ. അതുകൊണ്ടാ പറയണേ. എവിടെ നിങ്ങളെ ഇക്കാക്കോടാ? ആടാ മുന്നീന്നും ബാക്കൊന്നും കുത്തും. അല്ല മുന്നീന്നും നമ്മള് കുപ്പിയൊക്കെ ഇറക്കി ചെക്കൻ നല്ല ഡെഡിക്കേഷനിൽ പണിയെടുക്കണേ. മുസിന് ഇത് ഡയലോഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് വെറുതെ ആണ്, ഒരു കാര്യമില്ല. അതൊന്നും ഒരു പണി എടുക്കൂല. ഇന്ന് വണ്ടി ഒന്നും തള്ളിയിട്ടേ ജസ്റ്റ് അവിടുന്ന് ഇങ്ങോട്ട് തള്ളിയിട്ടുള്ളൂ. അപ്പൊ നോമ്പുറിച്ചിരിക്കണേ. എന്താണ് ചെക്കനല്ലേ? മോലേരെ മോനാണത്ര. അല്ലെ നമ്മളെ പോലെ ഡെഡിക്കേഷൻ വരെയൊന്നും ഇല്ല.
എന്തായാലും ഇനി ഓരോരുത്തർ വരുന്നതിനനുസരിച്ച് നമുക്ക് വ്ളോഗ് എടുക്കാം, അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ കാണാം. ബ്ലുപ്പടി ബ്ലൂ. ഇപ്പം പറയണ ഈ ഡൂം തന്നെയാ. ഡൂം തന്നെ ഇപ്പം പറയണേ. പക്ഷെ രണ്ട് സൈഡിലും കൊടുക്കാന്നേ പറഞ്ഞുള്ളൂ. ബാക്കൊക്കെ ഒന്നും കൊടുക്കാണ്ട് 2 സൈഡിക്ക് മാത്രം കൊടുക്കുക. റൂമിന്ന് 2 സൈഡിക്ക് മാത്രം കൊടുക്കുക. ഇവൻ പറഞ്ഞല്ലേ ഇങ്ങനെ സ്ക്വയർ ആക്കല്ലേ, ഇവിടേക്ക് ഒരു സാധനം അങ്ങനത്തെ 2 വെച്ച് അതിമക്ക് പൈപ്പ് അതേപോലെ മജിലിസ് ടാബിൾ വെക്കുമ്പോ നല്ല വൃത്തിയാവും. മജിലിസ് ടാബിൾ ഒക്കെ ഉണ്ടാവുന്ന സാധനം ഇതെങ്ങനെ പറയണേ കൺസിലർ നമ്മള് പറഞ്ഞ വട്ടം സ്ക്വയർ ആക്കുക. നമ്മള് സെന്ററിൽ നിന്ന് ക്ലോത്ത് വലിക്കുക, 6 മൂലയ്ക്ക് ക്ലോത്ത് വലിക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് ആ ഒരു 2 പൈപ്പ് കൊടുക്കും. ശ്രദ്ധിക്ക് പൈപ്പ് കെട്ടിട്ട് അതേപോലെ ഉണ്ടല്ലേ കാറ്ററിംഗ് ഇത് കൊടുക്കണേ. 2 ദിവസം പോയി, 2 ദിവസം പണിക്ക് പോയി. വേർത്തപ്പോ പറ്റില്ലായിരുന്നു. പറ്റിയ പണിയല്ല. വീടല്ല പറയണേ. ഇവൻ പറഞ്ഞെന്താ ഞാൻ വീടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ സെന്റർ ഇടും. ഈ തെങ്ങമ്മ ഇത് സെന്റർ ഇടും. കരിയും കൂടി ഉണ്ടാക്കണമെന്ന വിചാരം. പണ്ട് മറ്റേ ഇതുണ്ടാക്കല്ല, പണ്ട് നമ്മള് മറ്റേ മടലൊക്കെ വെച്ചിട്ട് പേരുണ്ടാക്കുമല്ലോ, ചട്ടപ്പെട്ടിയും. ഇവിടെ നേരത്തെ ഫോട്ടോ എടുത്തില്ലേ നേരത്തെ അത് കാണിച്ചാ അതാണ് ആക്ഷൻ. എനിക്ക് മൊത്തം ഇതിന്റെ ബ്ലൂ പ്രിന്റ് ഒന്ന് കിട്ടണം. വിജയുടെ ജീവിതം അതേപോലെ പഠിച്ചു വെച്ചിക്കണേ. അതുകൊണ്ട് ഇന്നലെ പറയണേ വിജയ് ഡിവോഴ്സ് ആവുണ്ട്, അവൈതാണെന്നൊക്കെ. ആരോ പറഞ്ഞേ നിങ്ങൾ ഉണ്ടാക്കി ചെക്കന്മാർ പ്ലാൻ ചെയ്യാണ്, അവിടെ പ്ലാൻ ചെയ്യണം. ഇവിടെ 3 പച്ച, ഒരു കിളിപ്പച്ച, 2 കടുംപച്ച. പച്ചാള് അങ്ങനെ ഉണ്ടല്ലേ ഇവൻ മാനേജേഴ്സ് അങ്ങനെ ഉണ്ട്. പക്ഷെ ആ നിക്കണ കഴിവേറി ഒരു പണി എടുക്കൂല. ടേബിൾ ഇറക്കിയപ്പോൾ വെയ്യാറിട്ട് വീഡിയോ എടുക്കേണ്ടി കണ്ണാ ഇതെന്ത് തിരിഞ്ഞപ്പില്ലാന്നല്ലോ, ക്ലിപ്പിലാണ് മാറി നിക്കണില്ലേ കഴിവേറി. രണ്ടാളുള്ള കോർഡിനേഷൻ പ്ലാനിങ് നോക്കി അത് നിർത്തും നോക്കി രണ്ടാളും ഒരേ നിർത്തോ. അതാ ഇവന്റ് മാനേജ്മെന്റിന്റെ ഒരു കഴിവാണത്. പക്ഷെ മാസ്റ്റർ പ്ലാൻ റയാന് ഇത് വരാണ്ട് ഏൽപ്പിച്ചിക്കാ. കായിന്റെ ഡീലിങ്സ് ഞാനും സാധു ഇത് ജനുവരി മുതൽ തുടങ്ങിയ പ്ലാനിങ്. ജനുവരിയിലേ തുടങ്ങി. 1 മാസം എടുത്തില്ലേ ഇപ്പൊ പ്ലാൻ ചെയ്യാൻ. നിങ്ങളെ കേൾപ്പിച്ച നമ്മളാണെന്ന് പറയാ. 1 മാസം എന്നിട്ടാ 2 കമ്പി എടുക്കാം. ഓഡിറ്റോറിയം തന്നെയാണ് നല്ല ഡിലേ. ഓഡിറ്റോറിയം തന്നെ ലാസ്റ്റ് സെൽഫിന്റെ ഇവരെന്താ പറഞ്ഞറിയോ ഡോക്യുമെന്ററിക്കാര്, ഇവരെ പുതിയ ബൂട്ട് ക്യാമ്പാണ്. പുതിയൊരു കണ്ണാടി കിട്ടിക്കണോ എനിക്ക്, ഒരു മിറർ കിട്ടിക്കണോ. അപ്പൊ അതിന്റെ പിന്നില് മുമ്പൊന്നും മാറുന്നില്ല. ഫിദാറിനെ ഇതൊന്ന് പോവാ, ഞാൻ ഒന്ന് വീഡിയോ എടുക്കട്ടെ. ഞാൻ ചേർത്ത് വെച്ചപ്പോളേ കണ്ണാടി ഓളക്കാളുണ്ട്. ഇത് വേർത്തല്ല, മോത്ത് വെള്ളം കുടിച്ചപ്പോ മോത്ത് വെള്ളം തെറിച്ചാണ്. കാണുന്നുണ്ട് വീഡിയോയിലെല്ലാം വരും. പിന്നെ ബാക്കി ചെക്കന്മാര് വരുമ്പോ കാണാല്ലേ. അപ്പൊ ഇവിടെ സാധനങ്ങൾ തോരണങ്ങൾ തൂങ്ങി തുടങ്ങി. എന്താ പണി എടുക്കാത്തവര് എടുക്കണവരും കറക്റ്റ് മനസ്സിലാവും. വെറുതെ കിണതാ കമ്പിമ്മ പിടിച്ചെന്ന് വിചാരിച്ച് പണി എടുക്കണ മാതിരി ആവൂല. മുഫീദ് ഒന്നും എടുക്കണില്ല. ഇതാ പണിക്കാരിതാ. അത് പിന്നെ സ്റ്റേജ് വർക്ക് പറഞ്ഞാൽ മൂസിനൊരു പ്രത്യേക അല്ലടാ അറിയാനേ അല്ലേ. മൂസിന് ഒരു ഈസിന് വേണ്ടിട്ട് എടുത്താണ്. മൂസിനെ കായൊന്നും കൊടുത്തില്ല, എന്നാലും ബാക്കിയുള്ളവരൊക്കെ പൈസ കൊടുത്ത് ഇവന്റെ ഏൽപ്പിക്കുമ്പോ മൂസിൻ ഫ്രീ ആയിട്ട് വന്ന് ചെയ്തു. എല്ലാരും ഉണ്ട്. ഹാർഡ്വെയർസ് ഉണ്ട്. അനക്കെന്തള്ളു താറോ വണ്ടി കച്ചവടം ഉണ്ട്. എപിക്ക് വണ്ടിന്റെ പാർട്സ് എന്താണ് ആക്സസറീസ് അർബൻ മോട്ടോ. അത് പരസ്യം പറ്റില്ല. വീഡിയോഗ്രാഫർ സഹാദ്, പിന്നെ വ്ളോഗർ ഞാൻ, സെൽഫ് പ്രൊമോഷൻ, പിന്നെ സ്റ്റേജ് വർക്കിന് മൂസി, പിന്നെ ബ്ലേഡ് ഷിബ്ലു എല്ലാം ഉണ്ട്. ഈ ചെറിയ സാധനത്തിനോ തൂങ്ങോ. അപ്പോൾ ഇതാണ് ഫുൾ സെറ്റപ്പ്. ഇതിഞ്ഞ് രാത്രി ട്രാൻസ്ഫോം ചെയ്തിട്ട് ഫുൾ കാണിച്ചു തരും. വ്ളോഗ് വരും.
വേണ്ടേ? ആ അതാ ഇവിടെ അനിയൻ. ഹായ് പറടാ. ഹായ് ഹായ്. ഓൻ ബായിന്ന് ഡിസ്റ്റർബ് പെരി വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നോടാ. വയ്യാറ് ഡിസ്റ്റർബ് ചെയ്യുമ്പോ സത്യം എല്ലാ നോമ്പിനും ഇങ്ങോട്ട് തന്നെ വരും. ഇത് നമ്മളെ ഇവിടുത്തെ സെക്കൻഡ് നോമ്പ്. കത്തിരിത്തോടുത്താ എന്തേ ഒരു പണി എടുക്കടാ മുഫീദ് ഒരു കത്തിരിത്തോടുത്താ. അപ്പോ ഇവര് പണിയെടുക്കട്ടെ. ഇടക്കിടക്ക് അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും. വ്ളോഗിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്ളോഗിൻ്റെ ലെങ്ത് എത്ര ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ഇവർ നടത്തം കണ്ടാൽ വലിയ നടത്താ. കത്തി 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 കണ്ട കുത്തല്ലേ. വേണ്ട 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 എന്നാ ചേർക്കടാ ഞാൻ എടുക്കാം. തലയിൽ ഞാൻ ഇറക്കണേ. എൻ്റെ ആവശ്യം ഉണ്ടോന്നോ? ഇതല്ല പണിയെടുക്കൂല പറഞ്ഞേ. ആടി ഇജ്ജിട്ടില്ല ഡ്രസ്സ് മാറ്റി ഫിച്ചക്ക് മാറ്റിട്ട് അപ്പൊ പിന്നെ മാറ്റി. അബായേ പർദ അബായ ഞങ്ങള് ചെരുപ്പിനാ പറയല്ലേ. അല്ലടാ അബായ കറിയില്ല. മൈക്ക് ഉണ്ട്. ഞാൻ എപ്പോഴും മൈക്ക് എടുക്കണ്ട വിചാരിച്ചിട്ടാ. അലമ്പ് വരുന്ന സമയത്ത് മൈക്ക് എടുക്കും. സൗണ്ട് കിട്ടാ. ഇതിപ്പോ നമ്മൾ രണ്ടാളും മാത്രമുള്ളതുകൊണ്ട് സൗണ്ട് പക്കായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റ് സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കാനുള്ളത്. ഇതൊന്നും ചെയ്യാറില്ലേ? ആരും പണി എടുക്കണില്ല ഗായ്സ്, ഞാൻ ഉൾപ്പെടെ ഉള്ള ആരും. മുഫീദ് ഇങ്ങനെ നടക്കാന്നുള്ളൂ. നോക്കിയെടുത്താ മുഫീദ് ഉണ്ട്. എന്തൊക്കെയാ നടക്കണാവോ. ബ്ലുപ്പ് ഗായ്സ്, പുതിയ ഗസ്റ്റ് വന്നു. ഗസ്റ്റ് പുതിയ വണ്ടി വന്നിറങ്ങി. വ്ളോഗില് ഹായ് പറയോ? വ്ളോഗില് ഹായ്. ഞാൻ പോവാൻ ശരിക്കും പോകും. ഞാൻ ഇപ്പൊ പോവാൻ വന്നതാ. പോവാൻ വേണ്ടി വന്നാണ്. വരുന്നില്ലേ? സർപ്രൈസ് ആണ് ഇപ്പൊ. എടാ പൊട്ടാ വണ്ടി ഓഫ് ആക്കി. വണ്ടി ഓൺ ആക്കിട്ടൊക്കെ പോയിക്കണോ ഒരുത്തന്മാര്. വണ്ടി ഓഫ് ആക്കി. ഇവനാണാ വണ്ടി ഓഫ് ആക്കിട്ടാ. വണ്ടി ഓഫ് ആക്കാതെ. അപ്പൊ ഗായ്സ് ഹായ് പറ. വ്ളോഗില് ഹായ് പറ. ഹായ് വ്ളോഗില് ഹായ് പറ. ഹായ് പറ. ഹായ് പറ. ഷെബിനെ വന്നു. ഷെബിന്റെ അടുത്ത് പോണേ. ഷെബി ചീത്തറി. ഷെബിൻ ഹായ് പറ വ്ളോഗില്. ഹായ് ഗായ്സ്. നമ്മൾ നോമ്പർപ്പിക്കേണ്ട പരിപാടിയാണ് നടക്കുന്നത്. സൂപ്പർ വിരുന്നേരൊക്കെ വന്നിട്ടുണ്ട്. പരിപാടി ഇന്നത്തെ ഈ പ്രാവശ്യത്തെ പരിപാടി എങ്ങനെ ഉണ്ടാവും? പൊളിക്കും. നന്നാവട്ടല്ല. പിന്നെ നമ്മളായതുകൊണ്ട് നമ്മൾ പൊളിക്കും. അതാണ് പ്രശ്നം. ദിനേശ് ഉഷാറല്ലേ? ഉഷാർ. അച്ഛല ഫോണൊക്കെ വിളിച്ച് നടന്ന ആരാണ്? ഹായ് പറയും വ്ളോഗില്. ഹായ് ഹായ് ഹായ്. അപ്പോ ഗസ്റ്റിൽ ഒരാൾ കൂടി കാണിച്ചാലുണ്ട്. വ്ളോഗിൽ ഹായ് പറയൂ. ഹായ് ഗായ്സ്. കാടി നവാസ് ഹിയർ. നോമ്പാണ്. നോമ്പുറിഞ്ഞ് നോമ്പ്. അതന്നെ നോമ്പ്. എടുത്തു പറയേണ്ട കാര്യം എന്താ? അജ്മല് പോവാണ്. അജ്മല് വരാൻ വേണ്ടി പോയതാണ്. വന്നതാണ്. പക്ഷെ പോവാൻ വേണ്ടി വന്നതാണ്. കേസ് മോഫിന്റെ രസമുണ്ടോ? വേറെ ആരും കാണില്ല. എല്ലാരും പോയി. അപ്പോ അടുത്ത ഗസ്റ്റ് വരുമ്പോ കാണാം. ബ്ലുപ്പ് അടിച്ച ബ്ലുപ്പ്. സമയം എന്തായി? സമയം 2 മണി. 3, 4, 5, 6 4 മണിക്കൂറും കൂടി ഉണ്ട്. ഒരു പണി ഇവിടെ നടന്നിട്ടില്ല. ഓന് നോക്കില്ല. ഇവിടെ ആൾക്കാർ വന്നിട്ടേ ഒരുത്തതൊക്കെ എടുക്കണം. എന്തിനാണോ പണിക്ക് വിളിച്ചാണ് ഇവിടെ വന്ന് കിടക്കണം. നോമ്പ് വെച്ചിട്ട് ക്ഷീണം. കണ്ണിലൊക്കെ ചോത്ത്. കണ്ണിലെന്താ? നോമ്പിന്റെ ക്ഷീണം. ഒരുത്തൻ വന്നിട്ട് ചെക്കനെ പരിചയപ്പെട്ടിട്ട് ഞാൻ പിന്നെ ആദ്യമായിട്ട് കാണുന്നേ. പിന്നെ ഇത് ഇപ്പൊ സ്ഥലം കണ്ടാ നേരെ ഡയറക്റ്റ് ചോദ്യം. ഇന്ന് കളിച്ചു ആണുങ്ങളാകുമ്പോ ഒക്കെ ഡയറക്റ്റ് ഡീലാവണം. വേറെ ചോദ്യം മറിച്ചിലൊന്നുമില്ല. നേരെ ഓനാണെങ്കിൽ ഒരു നല്ലൊരു പുരുഷനായതുകൊണ്ട് അപ്പൊ തന്നെ പകരുന്നത്. പെണ്ണിന് പകരം വിന്റേജ് ഫോട്ടോഗ്രാഫി ബൈ ഷെബിൻ. ഏപ്പിന്റെ ഒക്കെ തിരക്കുള്ള നടത്തം കണ്ടാ എന്തോ ഒന്നിങ്ങനെ ഒന്നൊക്കെ പണിയെടുക്കുന്ന കാര്യം അഭിനയിക്കുന്നു കള്ളൻ. ചെക്കന്മാരുടെ ഇരിക്കണ്. ബാഡി റിസ്ന.
ഇതെന്താ ഓളെന്തോ ഞാൻ അവിടെ ഇരിക്കല്ലേ കേട്ടോ. ഇത് കേട്ടല്ല, ഇത് ഇവിടെ ആവശ്യമുള്ള ഇവിടെ ആവശ്യമുള്ള സാധനം ഫ്ലെക്സ് ആണ്. സത്യം പറഞ്ഞാൽ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കും. എന്ത് പണി? എല്ലാവർക്കും ഈദ് മുബാറക്ക്. അല്ല റമദാൻ. ഈദ് മുബാറക്ക് അപ്പൊ തന്നെ അത്ര ഉള്ളു മതി. ഹായ്. റമദാൻ കരീം പറയ്. എല്ലാ വ്ലോഗിലും നമ്മൾ രണ്ടാളും ഒപ്പം കണ്ടു. ജിന്നെന്തിനാ ചെള്ളക്കടിച്ച് 2 പ്രാവശ്യം? ഇന്നലെ അടിച്ചു, ഇന്നും അടിച്ചു. വ്ളോഗിൽ പറയണം, ഇത് എല്ലാരും അറിയണം ഗൈസ്. എനിക്ക് അങ്ങനെ അടിക്കാനുള്ള ഒരു കണ്ട ചെള്ള്. കേടെടുത്ത് നിന്നെ പറഞ്ഞു. ഞാനൊരു നല്ല മനുഷ്യനായതുകൊണ്ട് തിരിച്ചടിക്കുന്നു. അടിച്ചടാ, ഇതാ അടിച്ചോ. എനിക്ക് നിന്നെ അടിച്ചാനോ അടിച്ച്. ഞാൻ സ്ത്രീകളെ ഉപദ്രവിക്കാറില്ല. ഇന്നെ സ്ത്രീയായി കാണരുത്. അടിച്ചോ, അടിക്കേ ധൈര്യണ്ടെങ്കിലും എനിക്ക് നിന്നെ പേടിയാ? ഒരു പേടിയില്ലേട്ടാ. ഇടുത്തി ഞാൻ തോട്ടിക്കിടും. തോടില്ല ഇവിടെ, തൊടുക്കിടും. ഇവിടെ ഇന്നെ കാട്ടാ. കുറച്ച് എടുക്കാൻ പറ്റിയില്ല, സ്റ്റോറേജ് കഴിഞ്ഞു. അപ്പൊ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സെറ്റ് പിള്ളേർ വരുന്നുണ്ട്. നമുക്ക് ഓരെ കണ്ടിട്ട് ബാക്കി പറയാം. ആരൊക്കെയാണ് ഗായ്സ് ഇതാ വരുന്നത്? BGM ഞാട്ടുണ്ട്, വാ. ഹായ് പറയൂ. ഹായ് ഗായ്സ്. ഹായ് ഗായ്സ്. ഹായ് ഗായ്സ്. ഹായ് ആശ. ഹൗ ആർ യു? വ്ളോഗിൽ ഹായ് പറയൂ ഗായ്സ്. ഇപ്പൊ നിങ്ങളെ വ്ളോഗ് ഇത്ര നേരം എടുത്തിട്ടില്ലേ? നിങ്ങൾ വന്നപ്പോ ഐശ്വര്യം കൊണ്ട് സ്റ്റാർട്ട് ആയതാണ്. നമുക്ക് അകത്തോട്ട് കയറാം. വരി. കമാൺ എല്ലാരും വരുന്നില്ലേ നിങ്ങള്? വരുവിൻ. എടാ, ഞങ്ങൾ പുതിയ ആൾക്കാർ വന്ന് കാണില്ല. എത്താപ്പത് കഥ. മൈക്കുണ്ട് ഇവിടെ. അവള് ബസ്സിലാ വന്ന്. ഇജെങ്ങനെ വന്ന്? ആടി വന്നല്ലോ. ഇജെങ്ങനെ വന്ന്? ഞാന് നവാസിന്റെ ഒപ്പം. അപ്പൊ ഇവിടെ എന്റെ കാറില് മതിട്ടാ. നിർത്തിക്കളി നിങ്ങളെ അടവൊക്കെ നിങ്ങളെ നിർത്തിക്കളി. എപ്പി ക്ഷീണിച്ചോ? ഇല്ലല്ലോ, ഉഷാറാണ്. ഉഷാറാ. അൽഹംദുലില്ലാ, റാത്തായി പോകണം. നല്ല അടിപൊളി നോമ്പറ നമ്മൾ സെറ്റ് ആക്കും. അതിന് കഴിഞ്ഞിട്ട് സെറ്റ് ആക്കുന്ന പറഞ്ഞതേ. ആയിക്കോട്ടെ. ബസ്സിൽ പറടാ. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ. ഞാൻ വിളിക്കൂലെന്ന് നമ്മള് മുട ആലോചിക്കണേ. മുടേ ഇന്നെ കൊല്ലാൻ നോക്കിയാ. കൊല്ലാനോ? കാര്യങ്ങള് എടുത്തു പോടാ. ഞാൻ എന്തേലും പറയണോ? പറയണെന്ന് വെച്ചാല് പരിപാടിയൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാല് ഇവന്റെ വീടിന്റെ ഒരു സ്ട്രക്ചർ ശരിയല്ല, മുറ്റത്തിന്റെ. ഇപ്പൊ തന്നെ അയിമ കിട്ടൂലേ? അയിമ കിട്ടു, സേഫ് ഇട്ടു. അസ്സലാമു അലൈക്കും. മിഗ്ദാദ് ഹലോ പറയൂ. ഹലോ. വ്ളോഗിൽ ഹായ് പറയൂ. നോമ്പിന്റെ ക്ഷീണുണ്ടോ? മുറിച്ചിണ്ടാവല്ലേ? കള്ളാ. ഗസ്റ്റ് മാറിക്കൂ. ഗസ്റ്റ് ആശ മാറിക്കൂ. നോമ്പുണ്ട്. ഹലോ ഗായ്സ്. അപ്പൊ രാവിലെ ചായ അടിച്ചു, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ 5 പറയും. അതിന്റെ ഉള്ളിൽ പോവല്ലേ? നോമ്പില്ലേ? കാർത്തികിനുണ്ട്, അനക്കില്ല. സോ സാഡ്. നോമ്പുണ്ടോ? ഞാൻ ചോറും ചിക്കൻ കറിയും തിന്നിട്ട് ബിരിയാണി തരൂല. അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ? കഥ ഈ റമദാൻ മാസത്തെ കഥ. യൂട്യൂബ് എല്ലാരും ഇടുക. ഇതാണാണ്, പെണ്ണല്ല. ഇതാണോ? ഇത് ഏതാണ്? നമ്മള് കാണിച്ചെടുക്കണില്ല. ഫുള്ളായിട്ട് കാണിച്ചാൽ മതി. ഇതാണ് നമ്മളെ മുതലാളി, ഓഡിറ്റോറിയം മുതലാളി. ഹിബ എന്ന് പറയാനുള്ളത്. ഓഡിറ്റോറിയം മുതലാളി. ഇതെങ്ങനാവും പെര പോകുമ്പോ ഇങ്ങനെ തന്നെ കാണാൻ പറ്റൂക്ക്? മര്യാദക്ക് ക്യാമറ വരും.
അതെനിക്ക് പ്രശ്നമല്ല, പക്ഷെ പെര കിട്ടണം. ഇത് പുറത്ത് കിട്ടാലോ? പുറത്തോട്ടെ. നല്ല രസം ഉണ്ടാവടി. മൈക്ക് പോട്ടെ. ഓക്കെ ഓക്കെ. ഞാനൊക്കെ എന്താ പറയാ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ഞാൻ ആദ്യമായിട്ടാണ് നോമ്പ് തുറക്ക് വരുന്നത്. ആശ ആദ്യമായിട്ടാണോ? കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്ത ആരാള്? വീഡിയോ എടുത്തു. 5 കഴിഞ്ഞ പ്രാവശ്യം ആയിട്ടില്ലല്ലോ. നല്ല അഭിപ്രായം. എന്റെ ഫസ്റ്റത്തെ അടിപൊളിയാക്കണം. അടിപൊളിയാക്കണം. എന്താ പറയാ? ഇത് തീരെ വേണ്ട, ഒരൊന്നും വേണ്ട, കൊളാക്കും. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കാണ്. ഇവിടെ AC ഉണ്ട്. എന്താ ഇവിടെ എത്രങ്ങാനും പണി ആൾക്കാരൊക്കെ അങ്ങള് മറ്റേ ബത്തക്ക വട്ടങ്ങൾ തന്നെ വേണട്ടാ. പൈനാപ്പിള് ബത്തക്ക. പിന്നെ ഗൈസ്, ഇതാ ഞങ്ങളെ സ്വന്തം ജാസിദാത്ത. നോമ്പില്ലല്ലേ? ആണ് വെറുതെ ജാസിയോടെ കുടുംബാന്നോട് പണ്ടെങ്ങാനോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞു. അല്ല, ഒരു ഒന്ന് നടന്ന ഒരു ക്യാമറ ഒന്ന് നടന്ന. ഇല്ലില്ല ഇല്ല, വ്ളോഗിലാ. നടന്നോ കാണാനാണ്. ഓള് പറഞ്ഞിണ്ട്. ഓളെ കുടുംബാണ് ജാസി പറഞ്ഞില്ലേ? ോടാ പറഞ്ഞാണ് ഫോട്ടോപ്പ് ലീക്ക് ചെയ്യുന്നു. എന്താ പറയാ? ജാസിനടുത്ത് പോവാ. കുടുംബക്കാരാ? എങ്ങനെ കുടുംബ ജാസി? അതിന്റെ കുറ്റിപ്പുറത്തുള്ളൊരു അമ്മായിന്റെ മോള്. കുറ്റിപ്പുറത്തുള്ള മോള് എന്താണ് പറയട്ടെ ഫുള്ള്. എന്റെ ഇപ്പാന്റെ ഒരു കസിൻ ഉണ്ട്. ഓര് കെട്ടിയിരിക്കണത് ഓരോ ഫാമിലി നിന്നാണ്. കുറ്റിപ്പുറം. തെറിച്ചതായാലും ലുക്ക് ഉണ്ടല്ലേ ഇവൾക്ക്? ജീൻസ് ഉണ്ട്. ചിരിച്ച ഇതെന്താ ചോപ്പൊക്കെ അടിച്ചു കാണി? ചിരിച്ച ഇങ്ങോട്ടൊക്കെ ചിരിച്ച. ആ ഉണ്ട്. ലുക്കിലേന്നു. അതാ എന്താ റമദാൻ മാസായിട്ട് പറഞ്ഞിട്ട് ജാസി പറയണ. അതുകൊണ്ടിട്ടാ ഒന്നും പറയാൻ എന്താ വൈക്കോ എന്താണ്? നോമ്പില്ല. ഒരു കുട്ടിയാൾക്ക് ഇവിടെ നോമ്പില്ലാന്ന് രാവിലെ ഇന്റെ ബൈക്കും വരുമ്പോ ബദാം ചോക്ലേറ്റ് അടിച്ച് മാറ്റി തിന്നു. ഒന്നുമില്ല. അജ്മല് ബാക്ക് പോയി തിന്നു. അത് തിന്നായി ഞാൻ കണ്ടിരുന്നു. നോമ്പുണ്ടാ? നോമ്പില്ല. തെസീലിന് ഫുഡ് മേടിച്ചു കൊടുത്തിട്ട് അത്ര പേര് രണ്ടാളും വന്നിക്കണ്. എന്തൊക്കെയായി കേക്കണ് റമദാൻ മാസം. എനിക്ക് എന്തൊക്കെ. പിന്നെ നമുക്ക് വ്ളോഗ് എടുക്കാൻ ഫോൺ സ്റ്റോറേജ് ഇല്ലാത്തോണ്ട് ഫോണ് തന്ന് സഹായിച്ച മിഥിലാജ് ഇവനോടെ ഞാൻ ഗൂഗിൾ ഫോമില് റിവ്യൂ എടുക്കാൻ പറഞ്ഞപ്പോഴേ പേര് എഴുതിക്ക മുടലാജിന്ന് അയ്യ മാറ്റി എഴുതിക്കണ്. മുടലാജിന് എന്താണ് പറയാനുള്ളത്? മുടലാജിന് എന്തെന്നോണേടാ ഇല്ല നോമ്പില്ല. എനിക്കൊക്കെ ഉണ്ട്. തലക്ക് വെക്ക്. അഞ്ഞ് പറഞ്ഞോ പറഞ്ഞൊന്നും പറയാനില്ല. നമുക്ക് അതിലുള്ള കാരണം പ്രശ്നവും ലീക്കാവും. പ്രശ്നവും എന്താണ് കൊണ്ടാ ഞാൻ പോയിട്ട് തരാം. അപ്പൊ നോമ്പൊന്നും പലർക്കും ഇല്ല, പലർക്കും ഉണ്ട്. അവിടെ എന്താ കാട്ടണേ? ഇതാരാണ്? അതിന്റെ ഇടയിൽ എന്താ? മുന്തിരി കട്ടുന്ന ആശിമിന്റെ പേരിൽ പോയിട്ട് എല്ലാരും ബത്തൊക്കെ മുറിച്ച് നിന്ന് കാണത്ര ചെക്കന്മാര്. ബനുണ്ടായില്ലേ? എന്ത് ചെക്കന്മാരാണ് നോക്കണേ. ജാസി കുടുംബക്കാരത്തി ഫിബാരിപ്പൊടി
കല്യാണത്തിന് പോയപ്പോ കണ്ടു. ഇവളൊരു കല്യാണത്തിന് പോയപ്പോ അവിടെ വന്നിക്കണു. അപ്പൊ ചാത്തിയോ? അപ്പൊ ഇവള് കുടുംബമായി അങ്ങനത്തെ കുടുംബമാണ് അല്ലേ? കല്യാണത്തിന് പോയാൽ കുടുംബാവോ? അല്ല അപ്പൊ ഓരോ കുടുംബല്ലേ? അത് കുഴപ്പമില്ല. നമുക്ക് പരിപാടിനെ അങ്ങനെ പറ്റി എന്താ ഉള്ളൂ. പറയാ? ഇവിടെ അന്ന് മെയിൻ ആവാൻ വേണ്ടി പറഞ്ഞു. ഇവളല്ലോ ഇങ്ങനെ ആയത്, ജാസി ഇങ്ങനെ ആയത്. അങ്ങനെ മെയിൻ ആവേണ്ട ആവശ്യമില്ല. പരിപാടിനെ പറ്റി എന്താ അഭിപ്രായം? തുടങ്ങണല്ലേ ഉള്ളൂ, തുടങ്ങട്ടെ, ഉഷാറാവൂലേ? ഉഷാറാവും. അണ്ടാജി അറിയില്ല. എന്തുകൂടെ ചിരിയാണ് അത്? ചോട്ടെ എനിക്കെത്താ. ആ അതെന്തായാലും നമ്മളെ ചെക്കന്മാര് തകൃതിയായിട്ട് പണിയെടുക്കുന്നുണ്ട്. അത് പോയി നോക്കാം. എന്തേ പോയേക്കാ? വ്ളോഗല്ലേ? ഇജ്ജ് പോയേക്കണ്ട, ഇജ്ജ് അവിടെ ഇരുന്നോ, അന്നെ വിളിച്ചിട്ടില്ല. പണി നടക്കണ്ട ഗായ്സ്. ഇവനെ നിങ്ങൾ കണ്ടച്ചോളി, ആവശ്യം വരും. ഇജ്ജ് 2 വാക്ക് പറഞ്ഞതില് എന്ത് നല്ല പരിപാടി, നല്ല പരിപാടി. ഉഷാറാവൂലേ? നമുക്ക് ഉഷാറാക്കണ്ടേ? ലാസ്റ്റ് നോമ്പ് പറയണ്. നോമ്പ് എടുത്തണോ ജി? ഉണ്ട് അറിയില്ല, ഇല്ല അറിയില്ല. നമുക്ക് എടുക്കണ ഒരു ദിവസം. അല്ലോ ലൈറ്റ് ഒക്കെ വെച്ചിരുന്നു ഇവിടെ. അപ്പൊ ഇതാ കണക്ഷൻ ടീമിന്റെ മെയിൻ ആണ് മുഫീദ്. പിന്നെ ഓൾ ഇൻ ഓൾ റഹ്മാൻ, ഇവന്റ് മാനേജർ, പി കെ ഇവന്റ്സിന്റെ മൊയിലാളി. ഏത് വർക്കും നമ്മൾ എടുക്കും. കല്യാണം, കളിയാട്ടം, മുൻസുന്നത്ത് കല്യാണം, മുൻമുടി കളിച്ചാൽ എല്ലാം നമ്മൾ എടുക്കും. ഏതാ പറയാ? നമ്മൾ ലേറ്റ് എത്തിയില്ലെങ്കിലും നേരെ എത്തും. കാരണം കണക്ഷൻ കൊടുത്തത് മുഫീദ്, വെറും മുഫീദ് അല്ല, ഭാരത് മുഫീദ്. ഭാരത് ന്യൂ ഭാരത് ഹാർഡ്വെയർസിന്റെ മൊയിലാളിയായ മുഫീദ്. പിന്നെ നമ്മുടെ ചെക്കൻ സൂപ്പർവൈസ് ചെയ്യണ എന്റെ പണിക്കാരുടെ ഞാൻ സൂപ്പർവൈസറാണ്. നിന്റെയൊക്കെ സൂപ്പർവൈസർ ആണ്. സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിന്നിട്ട് നോക്കാന്ന് അർത്ഥം. സെറ്റ് ചെയ്യട്ടാ ഇവിടെ അലമ്പാക്കണ്ടല്ലേ? അലമ്പാക്കുവോ? ഞാൻ അലമ്പാക്കുന്നു തോന്നുന്നുണ്ടാ? എനിക്ക് തോന്നുന്നുണ്ട്. ഇജ്ജ് ഉണ്ടാക്കടെ ഇജ്ജ് പറയും നമ്മളെ പരിപാടി ഉഷാറാവില്ലേ? പരിപാടി ഉഷാറ്. നമ്മള് പിന്നെ എന്റെ അഭിപ്രായം പെര എത്തിക്കാനില്ല പറഞ്ഞു. ഇവിടെ ലൈറ്റ് എത്തിച്ചാ മതി. ആ ചെക്കന്മാര് പെര എത്തിച്ചാ നിക്ക. അവിടെ അസീബ അടന്നാ ഇത് വിളിച്ചാ പറയും. പരിപാടിന്റെ എക്സ്പെക്ടേഷൻ ജടക്ക്. പരിപാടിന്റെ എക്സ്പെക്ടേഷൻ നല്ല ഹൈ ആട്ടോ. ഹൈയോ? അത്ര ഹൈ വേണ്ട. ഇവര് ഇവിടെ ലൈറ്റ് എത്തിച്ചു എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് മുഫീദായോണ്ട് പേരെ കത്തുന്നു പറയുന്നുണ്ട് ചെക്കന്മാരൊക്കെ. അങ്ങനെ എക്സ്പെക്ട് ചെയ്യണ്ടേ? എന്താണ് ഇന്നും തുടങ്ങിയതല്ല, കൊല്ലങ്ങളായിട്ട് എക്സ്പീരിയൻസ്. കഴിഞ്ഞ വാപ്പ വല്യപ്പ മുതൽ കണക്ഷൻ തന്നെ പരിപാടി. എത്ര കണക്ഷൻസാ പോയിട്ടില്ല. വാപ്പി ഉണ്ടായിരുന്നു. മരമട്ടം ഫുള്ള് കണക്ഷൻ കൊടുത്ത് മുഫീന്റെ വാപ്പയാണ് ഒരു കാലത്ത്. അത് വെച്ചിട്ട് കാണാൻ പോയ ഫുള്ള് കണക്ഷൻ. അല്ല പറയട്ടെ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കുറെ സ്ഥലത്ത് ഇപ്പൊ കണക്ഷൻ ഉണ്ട് മുഫീദിന്റെ വാപ്പ. അശ്ലീല കച്ചവടക്കാരെ നമുക്ക് കണക്ഷനൊക്കെ വേണോ? വേറെ കണക്ഷൻ ഉണ്ട്. ഞാൻ പോട്ടെ. റമദാൻ മാസം ഇവിടെ വേറെ എന്തൊക്കെ വർത്താനാണ്. ഇത് നമ്മളെ ചെക്കൻ പ്രണവേ നോമ്പുണ്ടായിരുന്നു, മുറിച്ചു. ഫുഡ് വെച്ചിടാ വിശന്നു. എന്താ അതിനല്ലേ നോമ്പ് എന്ന് പറയണേ? വിശക്കുമ്പോ ഫുഡ് കഴിക്കാതിരിക്കാന്. എന്തായാലും പരിപാടി ഉഷാറാക്കൂലേ? ലാസ്റ്റത്തെ പരിപാടിയാണ്. ഐ മീൻ ലാസ്റ്റത്തെ നമ്മളെ നോമ്പ് ഉഷാറാക്കാം. ഓക്കെ. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അമീന എന്നെ കാണിച്ചിട്ടില്ലല്ലോ വ്ളോഗില്. ഹായ് പറയും. ഹലോ അസ്സലാമു അലൈക്കും. രണ്ട് വാക്ക് പറയും. അമീൻ പൈസ പിരിക്കല. അമീനോ പൈസ ഒരാളും തരുന്ന നാരികള് ഒക്കെ ഓസിക്കരുത്. നമ്മളെ ചെക്കന്മാരെ എല്ലാവരും കേട്ടോ, അങ്ങനെയല്ല. കുറച്ചാൾക്കാര് അങ്ങനെ എടുത്തു പറഞ്ഞാല് ഓൽക്കൊരു മോശമാണ്. അതുകൊണ്ട് ആൾക്കാർ എടുത്തു പറഞ്ഞില്ല. അതല്ലേ നല്ലത്. അതല്ലേ. പിന്നെ പണ്ട് തന്നില്ല, എല്ലാവരും കൊണ്ടുവന്നില്ല. ഏകദേശം ഒരു പരിപാടി എന്താ? പരിപാടി ഉഷാറാവും. ഒന്നും പറയില്ല, ഒക്കെ ഉഷാറാവും. അപ്പൊ ബൈ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെന്താ വെച്ചാല് പോയേക്കട്ടെ, ഉള്ളു കയറിയേക്കട്ടെ. വൈമാറാ മുണ്ടക്കൽ ശേഖര. എന്താണ് ചെക്കന്മാര് ചൂടാവണേ? രണ്ടോട്ടം ഒന്ന് നോമ്പുറിഞ്ഞു അടിച്ചാ നോമ്പുറി. അതാ അഞ്ചു ഇവിടെ വന്നിരിക്കും. ചോദിക്കട്ടെ വാ.
അഞ്ജുന് നോമ്പറിനെ പറ്റി എന്താ അഭിപ്രായം? എനിക്ക് നോമ്പ് എടുക്കണമെന്നുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, നടന്നില്ല. അതെ, എന്തുകൊണ്ട്? വയ്യാത്തോണ്ടാ? കുഴപ്പമില്ല, നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ. ഇന്നലെ ജ്യൂസ് ഉണ്ടാക്കിന്ന് പറഞ്ഞിട്ട് ചായ ഉണ്ടാക്കാൻ പോയ ആള് ഇന്നലെ എന്താ ജ്യൂസ് ഉണ്ടാക്കി? ഞാനോ? ആ, എന്ത് ജ്യൂസ്? എന്ത് ജ്യൂസ് ഇന്നലെ ഉണ്ടാക്കിയത് രാത്രി? ഞാനോ? ഞാൻ എന്നോട് ജ്യൂസ് ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ? എന്നോടോ? എന്നോട് അതല്ലേ? അല്ല, ഇന്നലെ ബത്തക്ക ജ്യൂസ് അല്ലേ? അല്ല, ഇന്നലെ രാത്രി നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോ ജ്യൂസിന്റെ കമ്പോയില്ലേ ജ്യൂസ് ഉണ്ടാക്കാൻ പോയോ? ഞാനോ? സഹദ് പറഞ്ഞുണ്ടാക്കിയാണോന്ന് എനിക്കറിയില്ല. എനിക്കിവിടെ ഉണ്ട്. ഇതല്ലേ സോഡ സർബത്തല്ലേ? അല്ല സർബത്തല്ലേ? സർബത്ത് ഞാൻ ഓൻ പറഞ്ഞൊന്നല്ല, ഞാൻ ഉണ്ടാക്കി കൊടുത്താണ്. ചായ ഉണ്ടാക്കാൻ പോയ ആളാണ്. ഞാനോ? അതൊന്നുമില്ല. അപ്പൊ എന്താ കയ്യുമ്പോ പറ്റിയത്? നോക്കട്ടെ, ശരിയാക്കി തരാം. ഞാൻ പറഞ്ഞോണ്ട് ഒടിഞ്ഞു. പൊടിയന്മാരെ കൊണ്ട് ഇല്ല. എവിടെയാണ് പറ്റിയത്? എങ്ങനെ പറ്റിയത്? എവിടെ തട്ടിയതാ? ലോഞ്ച് ചെയ്ത വീഡിയോടെ ഫോണോടെ ആരോട് ചോദിച്ചു തട്ടി കളഞ്ഞു? എന്ത് വകയില്? എന്തോ എന്റെ ഓനറിന്റെ ഫോണ് ക്യാമറയാണ് തൊട്ടത്. 24 ന്യൂസിലെ ക്യാമറയെ നീ തൊട്ടു. ഇതിന് ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി. നിനക്ക് തൂക്കുകയറാണ് ഇത്. എന്തൊക്കെ പറയും കളിന്നാലോ? ഇവളാണ് ആദ്യം അതാക്കിക്കണ വീഡിയോയിൽ ഉണ്ടിട്ടാ. 5 അതെ, മലയാളി കാണിക്കട്ടെ. ഇടക്കിടക്ക് കാണിക്കണം. ഓടിച്ചോരത്തിന്റെ മലയാളിയാണ്. എന്താ പറയാ? ഒന്നും പറയാല്ല. ഒച്ചയും വേണ്ടി ഉണ്ടാക്കാൻ തീരുണ്ടാക്കി. എന്താ ഓള് കാട്ടിയത്? ഒന്ന് അടിച്ചു പോയല്ലോ, അത് കണ്ടല്ലോ വീഡിയോ. ഇന്നറിഞ്ഞാണേ വീഡിയോ ഒക്കെ തെറിച്ച് അപ്പുറത്തെ കണ്ടത്തിലെത്തി. ചെങ്ങായിമാര് കോസ്റ്റ്യൂമാറി നോക്കട്ടെ, കാണിച്ചു കൊടുക്കാം. ഫിച്ചക്ക് വെള്ളം കുടിച്ചിന്. ഇത് കൈക്ക പിടിച്ചിരിക്കാനാ? തലക്ക് സുഖമില്ല എനിക്ക്. വേറെ വരുന്നുണ്ട്. അല്ലോ പോണ് വിറകൊന്നും ഉണ്ടല്ലേ? അപസ്മാരോ? ഇതിനോ? അപ്പൊ അങ്ങനെ പിടിച്ചിക്കലുണ്ട്. ഇത് സ്ഥിരല്ല, ഇരുമ്പല്ല, സ്റ്റീലാണ്. മണ്ടി ഇരുമ്പാണ് പിടിച്ചണ്ടി. ഇരുമ്പല്ലേ പിടിക്കണ്ട്. ഓള് വെള്ളം കുടിക്കാൻ വന്നതാണ്. വെള്ളം കുടിക്ക പഠിച്ചോനെ. നോമ്പ് കാലത്ത് ഊതിയൊക്കെ നോക്കണേ. ഇത് ആരത്? എന്താ ഇത്? നിങ്ങളെന്താ ചെയ്യും? ഞാൻ ഇവിടുന്ന് പോവാണ്. വെള്ളം കുടിച്ചു. ഇത്ര പെട്ടെന്നാ? ചെറിയ കുറച്ച് കണ്ടിക്കണം. വെള്ളം കുടിച്ചിട്ടുണ്ടോ? നോമ്പില്ല. ചെങ്ങായിമാരെ കാര്യം ക്യാമറ പൊസിഷൻ. എനിക്ക് നോമ്പുണ്ട്, എനിക്കില്ലേ? എനിക്കുണ്ടെങ്കിൽ റിഭാഷുണ്ട്. നല്ല ലൈറ്റിംഗ് ആ. ഇങ്ങോട്ട് വന്നിക്കോ. വെള്ളം കുടിച്ചു. ഞാൻ പിന്നെയും പറയും. റിസ്ന ഞങ്ങൾ ചെന്നപ്പോണ്ടല്ലോ ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് അവിടെ നിന്ന് കേക്ക് വെള്ളം കുടിച്ചാണ്. എല്ലാടെ കേക്ക് ഒച്ചപ്പാടൊക്കെ കേക്കുണ്ട്. ഒച്ചപ്പാട് നവാസ് വെള്ളം കുടിച്ചിന്. നവാസ് ആരും കാണാതെ വെള്ളം കുടിക്കാൻ നോക്കി. പൂച്ചാന്ന് പറഞ്ഞാണ് ഇവിടെ വന്ന് നോമ്പെടുത്ത് വെള്ളം കുടിച്ചാ. ഞാൻ കണ്ടു ഇവിടെ വെള്ളം കുടിക്കണത്. ഇവിടെ നവാസും കൂടി. കൃഷ്ണ പോയി വെള്ളം കുടിച്ചു. ഇവന്റെ പിമ്മി കിടക്കുന്നിടത്തേക്ക് മുട്ടാതെ കയറി. അതാ ഞാൻ തുറന്നത്. എന്ത്? ഇവിടെ എല്ലാരും ഞാൻ ആ ഡോറ് കഥ ഫുള്ളായിട്ട് നാണം കെട്ട. അത് അമ്മാനെ വ്ളോഗിൽ എടുക്കാൻ പറ്റുമോ? കുറച്ച് ലേശം. വ്ളോഗില് അല്ല, നിങ്ങൾ ഇവിടെ പരിപാടി വെക്കണതിനെ പറ്റി നിങ്ങള് ഇവളോട് പറഞ്ഞാൽ മതി. ഇവളോട് പറഞ്ഞാൽ മതി. പിടിച്ച് കൊടുക്ക്. റൂമുക്ക് പോവാലി. കുഴപ്പമില്ല. മതി. പിന്നെ മൈക്കോടെ ആക്കല്ലേ. യൂട്യൂബ് ചാനലാണ്. ഇങ്ങോട്ട് വരട്ടെ, വീഡിയോ എടുക്കട്ടെ. ഡിസ്റ്റർബ് ചെയ്യണ്ട. പക്ഷെ നമുക്ക് പിടിച്ച പോണിന് മുമ്പ് പിടിച്ച
ഫോണിന് മുമ്പ് എടുക്കാം. ഇവിടെ പറഞ്ഞോ ഇവിടെ പറഞ്ഞോ ഓള് പറഞ്ഞോ ഓളെന്താ ഇവിടെ അറിയണേ നെറ്റിസാളൊക്കെ പാടെ എപ്പളാ പോണ് ഇവലൊക്കെ പാടെ എപ്പളാ പോണ് ഞാൻ പറയാ ആടി അങ്ങനെ പറയോ പറയും നോമ്പുണ്ട് ഇല്ല ഞാൻ പറയും ചക്ക ഇജ്ജ് ഇവിടെ നിക്കണ്ടോ നമുക്ക് നിങ്ങളെ പ്ലാൻ ഒന്നും നീ പറയണ്ട. ഞങ്ങളെ പ്ലാനൊക്കെ നീ പറ ആ പ്രൊജക്റ്റ് ഞാൻ ഒന്ന് ചിൽ ചെയ്യട്ടെ. ആരാ മോളിലാരാ? മോള് പോയില്ല. ആ റൂം പോയില്ലേ? ആ റൂം പോലെ എടാ ആ റൂം പോലെ. ഗൈസ് പ്ലീസ് ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാ ഇവിടുന്ന് ഇറങ്ങി. അല്ല ഒന്നും ചെയ്യണ്ട, അപ്പുറത്ത് പോയിക്കോളി. ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാ. മിറർ ആ റൂമിലുണ്ട്, വലിയ മിറർ. ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാ ഇറങ്ങി. എന്താ പ്രശ്നം ഉണ്ടാക്കി? ഇവിടെ ഇജ്ജ് നോക്കിട്ട് പോവില്ലേ? ഇവിടെ നോക്കിട്ട് പറഞ്ഞേക്കിട്ടാ. ഇവിടെ ഈ റൂമിൽ കയറരുതേ. ഇവിടെ ഒരു സർപ്രൈസ് അതൊക്കെ ഉണ്ട്. സർപ്രൈസാ റൂം പോയി പോയിക്കാം ക്യാമറയും വ്ളോഗൊക്കെ പിന്നെ ഇവിടെ നിന്നോളി. ഇതിന്റെ വായിലൊന്നും തുറക്കരുത്. ഉറപ്പല്ലേ? ഞാൻ എനിക്ക് നിങ്ങളെ എന്തായാലും പേടിയാ, പ്രത്യേകിച്ച് ഇവിടെ തുറക്കരുതിട്ടോ. പൂട്ടിയാ മതി, പ്രശ്നം തീരില്ലേ? എന്തെങ്കിലും ഗെയിം കളിക്കാം. എടാ ഞാൻ എന്താ പറയാ, ഇതൊന്നും പറയണ്ട. എന്തായാലും മുഫീദ് അവിടെ ഉണ്ട്. മുഫീന മതിയോ? അർച്ചനോടെ? അർച്ചന വരുമോ? കുറച്ചുണ്ട് കാണാന്ന് പറഞ്ഞ ബ്ലൂപ്പ് അടിച്ചാ ഇവര് രണ്ടാളും ഇവിടെ ഇരുന്നിട്ട് എന്ത് ഷർട്ടും ഫാദും പറഞ്ഞെടുക്കണം. നെഫ്ലൊക്കെ ഒന്നും അറിയില്ല. നിസ്കാരക്കുപ്പായ കൈ വെച്ച് കണ്ട് പൊള്ളറിഞ്ഞിരിക്കല്ലേ? ഞാൻ അങ്ങനെ അറിയില്ല. കുഞ്ഞാമിയും പറഞ്ഞു ആൾക്കാരെ കുറ്റം പറയില്ല. പറഞ്ഞു അപ്പൊ അങ്ങനെ എല്ലാരും പറയാൻ പറ്റൂല്ലേ? ഇപ്പൊ എല്ലാരും അങ്ങനെ പറയാൻ പറ്റുമോ? കുറ്റും കുഞ്ഞായ്മയാണ് കുറ്റം പിന്നെയും പറയാ. ആര് ഭാഷ അങ്ങനെയാണ്. എയർപോർട്ട് അടച്ചു. ഒന്ന് പോണ്ട, നാളെ പോണ്ട ആളാണ്. എയർപോർട്ട് അടച്ചപ്പോ പോണില്ല. അപ്പൊ അതൊക്കെ പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞ പോണ്ടാന്ന്. ഇവിടെ എന്തേലൊക്കെ തുടങ്ങാൻ പറഞ്ഞു. പെണ്ണുങ്ങളെ കണ്ടിരുന്നോട്ടെ, കുറച്ചേ കാലൊക്കെ പെണ്ണുങ്ങളെ കണ്ടോട്ടെ. അവിടെ പോയി ഇങ്ങനെ പട്ടിപ്പണി എടുക്കണോ? 2 ദിവസം കഴിയുമ്പോ പെണ്ണുങ്ങളെ കാണാനൊക്കെ അത് മതിയോ? പെണ്ണുങ്ങളെ കൊണ്ട് കുടുങ്ങിന്ന് അറിയാം. ഞാൻ കൊടുക്കൂലല്ലോ. എന്ത് സംശയം? എന്താടാ ഞാൻ കൊടുക്കൂല. ഞാൻ എന്നെ പോലെ ഒന്നും അല്ല. അതുണ്ടാവുക ഒരു സ്വൈര്യം കൊടുക്കൂല. ഞാൻ കൊടുക്കും. നല്ല കുട്ടിയാ. ഞാൻ പറയും ചെലവാക്കണ്ട, തിന്നണ്ട, കുടിച്ചണ്ട. എത്ര കുട്ടികളാ? തിന്നണ്ട കുടിച്ചണ്ടാന്നോ? മഗ്‌രിബ് ബാങ്ക് കൊടുത്താല് പെരിയിലുള്ള മുഴുവൻ തിന്നിട്ടോള് നോമ്പർക്ക്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടോളുണ്ടാവും ഏതെങ്കിലും കഫേല്. അയച്ച തിന്നണ്ട കുടിച്ചണ്ട അതൊഴിച്ച് എന്തോ പറഞ്ഞ സ്റ്റോറിയോ? അതല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഓഫ് ഗ്രിഡ് മൈക്ക് കൊടുക്കും. ഓഫ് സ്ക്രീനിൽ പിന്നെ പറയാം. പിന്നെ എനിക്ക് എത്ര കുട്ടികൾ വേണം? അജു അടി ഇരിക്കാൻ നിങ്ങൾ 3 ആൾ ഇവിടെ അഫി ഇൻഷാല്ലാ ഒരു ബേബി ഷവറിന് അഫി തയ്യാറാണ്. അപ്പൊ ഒരു എത്ര 2 മതിയേ? 2 നിർത്തും. കുറവാണോ? അനക്ക് എത്ര? 4 അനക്ക് എത്ര കുട്ടികൾ വേണം? ഇക്കൊരു മിനിമം ഒരു ഇൻഷാല്ലാ ഒരു 5. 5 എന്റെ ബോഡിക്ക് താങ്ങോ? താങ്ങണോ? പഴയ കാലൊന്നല്ല. അങ്ങനൊന്നും പറയണ്ട. ഓളെ 5 കുട്ടികളെ ഓക്ക് 5 കുട്ടിയാണ് ഞാൻ മൊട്ട അടിച്ചു. ഇജ്ജ് മൊട്ട അടിച്ചോ? പൊട്ട ഒരു കുട്ടീനെ വിദ്യാഭ്യാസം ഏറ്റെടുക്കോ? 5 കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ അല്ലെ? ഒരു കുട്ടി വയസ്സ് എത്ര? ഓരോ കൊല്ലം ഇങ്ങനെ പ്രസവിച്ചിട്ടാ ഗ്യാപ്പ് ഉണ്ടാ? ഓരോ കുട്ടിയെ 2 ഗ്യാപ്പ് എണ്ണിക്കോട്ടോ. എത്ര വർഷം കുട്ടി വേണ്ടി? 5 കൊല്ലം. 5 കൊല്ലം ഒരു കുട്ടി വേണ്ടി 3 കൊല്ലം. ഇപ്പൊ എത്ര വയസ്സ്? 20. 20 3 കുട്ടി എത്ര? 23 ഫസ്റ്റ് കുട്ടി. 2 കൊല്ലം ഗ്യാപ്പ്.
പിന്നെ 26 വേറെ കുട്ടി 25 വേറെ കുട്ടിയാക്കാം. അത്ര സ്പീഡ് പോണാ ആ ഭരണിയ മറ്റേ കുട്ടി പാലൊന്നും കൊടുക്കണ്ടേ അല്ലെ 4 ആ 4 കുറഞ്ഞ അപ്പൊ 26 രണ്ടാമത്തെ പിന്നെ ഉള്ളത് 28 29 2 കൊല്ലം ഗ്യാപ്പ് ആയി അപ്പൊ 3 കുട്ടികളായി 29 പിന്നെ 32 ഒക്കെ 30 പ്രസവിച്ച് നടക്കും. പിന്നെ വൈനോട്ട് 40 വരെ ഇപ്പത്തെ കാലത്ത് അങ്ങനെയൊന്നും പോണിയ 35 ആകുമ്പോത്തിന് എല്ലാരും വൈനോട്ട് അത് നമ്മള് ചിന്തിക്കാത്തോണ്ട് അല്ല അന്നെ കൊണ്ട് സാധിക്കടി. പക്ഷെ ഓരോ ഇത് കഴിയുമ്പോഴും ബോഡിനെ കൺട്രോൾ ഇതൊക്കെ എന്താ ഇതെന്താ പറയണേ? ഫിദാൻക്ക് എത്ര കുട്ടികളാ? കുട്ടി വേണ്ട പിന്നെ നല്ല കാര്യല്ലേ എത്ര കുട്ടികളാണ് കുട്ടികള് ആഗ്രഹം? പഠിച്ചോൻ തരുന്നൊക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ. അല്ല അങ്ങനല്ല, വർഷം മാത്രം മതിയാ? നമ്മളിങ്ങനെ ചോദിച്ചു തരുന്നതിനനുസരിച്ച് ഞാൻ സ്വീകരിക്കും. എത്ര വേണമെങ്കിൽ ആഗ്രഹം എത്ര ഒരുപാട് ട്രൈ അല്ല കേട്ടോ. എന്റെ താത്താരെ കുട്ടികളൊക്കെ വെച്ച് നോക്കുമ്പോ 2 മതി. 2 ഒന്നിനെ ഇവിടെ പോവാറില്ല. ഇതിനെന്തോ അസുഖം പുതിയ ആൾക്കാർ വന്നു ഞാൻ പോട്ടെ. വരൂ ഗായ്സ്, വ്ളോഗിൽ ഹായ് പറഞ്ഞിട്ട് കയറിയാ മതി. ഹായ് പറയ്. എന്തിനാ വന്നിക്കണേ? ഇജ്ജാണ് മാറുന്ന എല്ലാത്തിലും കയറി വരും. അതിനോട് നോമ്പുണ്ടാകും. ഇതാണ് അടുത്ത് ഗായ്സ്, ഉണ്ടച്ചി ഫുൾ മേക്കപ്പിൽ കല്യാണത്തിന് വന്നവർക്ക് വന്നിക്കണേ. എന്താ പറയാ സിമ്പിൾ മേക്കപ്പ് കുട്ടിയിട്ടിട്ടേ ഇല്ലല്ലോ. അമ്മേനൊക്കെ കാണിച്ചു. അപ്പൊ നോമ്പുണ്ടോ? എങ്ങനെ ദിവസം രാവിലെ എന്താ കഴിച്ചു? പുലർച്ചയ്ക്ക് ഞാൻ ചോറ് കഴിച്ചു. എത്ര മണിക്കായിരുന്നു? സത്യത്തിൽ 5:15. നോമ്പുണ്ടോ? എന്തിനാ പിന്നെ നോണ പറഞ്ഞ റമദാൻ മാസം? നോമ്പ് ചെയ്യാറണം. കൺവിൻസിങ് ആയിട്ട് അങ്ങ് പൊള്ളു പറഞ്ഞു. എന്തോരം കൺവിൻസിങ് ആയിട്ട്. പുലർച്ചെ രാവിലെ എന്താ കഴിച്ചു വെച്ച പുലർച്ചക്കാണോന്ന് 5:15 എന്നൊക്കെ. എന്തിനാ പൊള്ളു പറയണേ? ഞാൻ സത്യമായിട്ട് എടുത്തിരുന്നു, പക്ഷെ നമുക്ക് പബ്ലിസിറ്റി ഇഷ്ടമല്ല. ഒന്നും ഞാൻ മൈൻഡ് ചെയ്യില്ല. എന്താടി ചെക്കന് കുട്ടിണ്ട്. അന്റെ കല്യാണം കഴിഞ്ഞല്ലേ? ഞാൻ വിളിക്കാറില്ലല്ലോ. ഇതൊന്ന് പിടിച്ചാ എന്റെ കയ്യൊന്ന് സ്മെല് ചെയ്യുക. എന്ത് സ്മെല്ലാ? പൈനാപ്പിളോ മുറിച്ചിട്ടില്ല. അതിനൊക്കെയാണ് എന്നെ വിളിച്ചു വരുത്തിയത്. പൈനാപ്പിൾ മുറിക്കൂലേ? നോമ്പുള്ളവര് അത്രേ ഉള്ളൂ. ഇജ്ജ് ഒരു പണി എടുക്കണ്ട കേട്ടോ. ആര് ആന്നല്ല കറിയില്ല. തസീല് ഓന്റെ കുട്ടീനെ വിളിച്ചോണ്ടിരിക്കാം. അനക്ക് പറ്റൂല വെച്ചിട്ട് ഓൻ വിളിച്ചോട്ടെ. ഞാൻ മറ്റേ പറയട്ടോ, മറ്റേ പറയുന്ന എന്റെ ചങ്ക് പിടിച്ചൊക്കെ പറഞ്ഞ ഇന്നെ ഉപദ്രവിക്ക. അതൊന്നും അതില് പറയണ്ട. ഇന്നെ ഉപദ്രവിക്ക, ചെള്ളക്കടിക്ക. ഇത് ആൽമാറ തുറന്നു നോക്കിയാണ്. എന്തേലും ആവട്ടെ, എന്തേലും എക്സൈറ്റിംഗ് ആയിട്ടുള്ളത് വരുമ്പോ കാണാൻ. 5 കുട്ടികളെ പെറാനുള്ള കുട്ടിയാണ് ഈ കുട്ടി. അതിനുള്ള കപ്പാസിറ്റി ഒക്കെ എനിക്കുണ്ട്. ഇരിക്കണ കണ്ടാലേ അറിയാം. നീച്ചടക്കാൻ പറ്റുന്ന എനിക്കിപ്പോ. ഇത് ഏതാ ഇത് എവിടെ നിന്ന് വന്നത്? സുഖല്ലേ കുട്ടി? എനിക്ക് എന്ത് പ്രശ്നോ? എന്നെ വെറുപ്പിക്കാൻ വന്നോ? ഇല്ല വന്നോ? എന്നാടി എന്റെ മോനെന്തേ നോമ്പോറ്റിന്റെ ക്ഷീണ എന്തേ പറയ്. നിസ്കരിച്ചിട്ടില്ലേ? എന്റെ അമ്മേ, ഞാൻ നിസ്കരിച്ചു. അപ്പൊ ഇനി എന്തേലും ഉണ്ടെങ്കിൽ കാണാം.